ಜನರಕ್ಕೆ ನಿಸ್ಕರಿಕೆ ಕೈ ಕಟ್ಟರು ಆನ ಕೈ ಕಟ್ಟಿಟ್ಟು ನಿಸ್ಕರಿಕೆ ಸ್ಟಾರ್ಟ್ ಆಕೇಲ್ ಪಿನ್ನೆ ಫಾತ್ಯ ಓದಿತ್ತು ಸೂರತ್ ಓದುಗು ಸ್ಟಾರ್ಟ್ ಆಕೇಲ್ ಪಿನ್ನೆ ತಿಕ್ರು ಆ ಮನುಷ್ಯ ಬಂಡೆ ಏ ಮನುಷ್ಯ ನಾನು ಎಂದ ಹೆಂಗ್ ವಾಂಗಲ ಬುಡಾಲ ಅದ್ಲು ಹೊರ ಅವರು ಸಾಹಬಿರಂಗ ಕೊಲ್ಲುವ ಸೊಂತು ಮುಶ್ರಿಕಾಯಿ ഒരാള് ശപത്തിട്ട് തിന്ന അവൻ ബണ്ടി അവൻ ಬಂತು നോക്കുമ്പോൾ ഒരാൾ അവിടെ നിസ്കരിച്ചു അപ്പൊ നല്ല ചാൻസ് ഒരാളെങ്കിൽ നമുക്ക് കിട്ടിത്തല്ലേ ചൊന്ത് നല്ല ചാൻസ് യൂസ് ആക്കിയിട്ട് അവന്റെ കയ്യിൽ നിന്ന് ബിൽബാണത്തെ ഒരു ബുടൽ ബുട്ട ആ ബുട്ടത് ഈ നിസ്കരിച്ചു ഇന്ന സഹാബിരെ കാലുക വന്ന് തറച്ചിട്ട് ഒരു ബിൽബാണ തറച്ചെങ്കിൽ അത് എത്രമാത്രം നൊമ്പലിക്കുന്നത് ചൊല്றது മനസ്സിലാക്കുക സാധ്യ ഒരു കാര്യത്തിൽ ഒരു ഇരുമ്പ് ആ ബിൽബാണ ചൊന്ന് ഭയങ്കര വലിയ ഒരു അതിങ്ങനെ ಬಂತು കാലുക കുത്തിയെങ്കിൽ എത്രത്തോളം നൊമ്പലിക്കുന്നത് ചൊല്றது നമുക്ക് ഊഹിക്കുക ആ ഒരു ദൈറ്റിക്ക് അങ്ങനെ ഇത് ಬಂತು കാല് കുത്തിയിട്ട് ഇയാളുടെ കാല് ചോര ಬಂತು അവിടെ പന്തില്ല അയാൾ ആ നിസ്കാരത്തെ ഖുർആന്റെ ഓത്ത് അയാൾ സ്റ്റോപ്പ് ആക്കില്ല അയാൾ കണ്ടിന്യൂ ആയിട്ട് ഓദ്യോണ്ടേ പോയി അതൊരു വലിയ വിഷയമാക്കാത്ത രൂപത്തിൽ അയാൾ അതിൽ ഇങ്ങനെ ഓദ്യോ പോയി രണ്ടാമത്തെ വട്ടം ഇയാൾ എന്താക്കിയിട്ട് ബിൽവാൻ അടച്ചിട്ടും അതും അയാളുടെ കാലുകൾ വന്ന് തറച്ചിട്ടും അയാൾ ഖുർആൻ ഓത്ത് നിപ്പാട്ടില്ല അയാൾ ഇങ്ങനെ ഖുർആൻ ഓത്തിൽ മഗ്നായിട്ടുണ്ട് നിസ്കാരത്തിൽ മഗ്നായിട്ടുണ്ട് മൂന്നാമത്തെ വട്ടം അയാൾ ബിൽവാൻ അടച്ചിട്ട് മൂന്നാമത്തെ വട്ടം അയാളുടെ കാലുകൾ വന്ന് തറച്ചപ്പ അപ്പൈത്തിക്ക് ഇയാൾക്ക് ബിയാറ പണ്ട് നാനിങ്ങനെ നിസ്കരിച്ചിട്ട് ഈ മനുഷ്യൻ നണ്ട് കൊന്നിട്ടു പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടത്ത് വന്ന് അങ്ങനെ കൊന്നെങ്കിൽ എന്തിരാവു ചൊന്തുള്ള ബിയാറ അപ്പൈത്തിക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ് സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബ്ഹാനഹു തആല പേടിച്ച് ജീവിക്കണം ചൊന്തു സ്വന്തത്തെ മറക്കാണ്ടെ ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തരോട്ടും വസിയത്താക്കിற ഉപദേശിக்கிற റബ്ബ് സുബ്ഹാനഹു തആല അത്തരത്തിൽ അവന്റെ പേടിച്ച് ജീവിക്കറെ മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കട്ടെ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോ ജീവന ചരിത്ര വിശദീകരിക്കുന്നതായോ ഈ ക്ലാസ്സിലെ 61ാമത്തെ ക്ലാസ്സിലെത്തിക്കുന്നത് ഞങ്ങളുടെ കൂടെ ഒട്ടികയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ ചൊന്നുവെച്ച വിഷയ മദീനത്തോ യഹൂദി ഗോത്രത്തിൽപ്പെട്ട ഒരു ഗോത്രമായിട്ടുള്ളേ ബനൂ നളീർ ഗോത്രത്തങ്ങളെ മദീനത്തിൽ നിന്ന് പുറത്താക്കുള്ള കാരണം എന്തിനെ ചൊല്றതും അങ്ങ രഹസ്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലുക പ്രയത്നാക്കിയപ്പ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയത്ത് പാട്ടിട്ട് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചിട്ട് അതിൽ പിന്നെ ഐറ്റിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കരെ ആ ബനൂ നളീർ ഗോത്രത്തെ മദീനത്തെ പറത്തിട്ടുള്ള വിഷയ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് ഞങ്ങൾ വിശദീകരിച്ചിരുന്ന അത് ബനൂ നളീർ സംഭവമായിട്ടിക്ക് അപ്പൊ ബനൂ കൈനുക്കറങ്ങളും ബനൂ നളീർ ഗോത്രത്തങ്ങളും മദീനത്തെ പുറത്താക്കിയ വിഷയ ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനി ബനൂ ഖുറൈളറങ്ങളെ പുറത്താക്കിയ ഒരു സംഭവം ഉണ്ട് അത് ഇൻഷാ അല്ലാഹ് ചരിത്ര വിശദീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് നെക്സ്റ്റ് ഉള്ള ക്ലാസ്സിലുള്ള ബണ്ടതായി ഒന്നേറ്റിക്ക് ഏതായെങ്കിലും ബനൂ നളീർ ഗോത്രത്തെ പുറത്താക്കിയ പിന്നെ ബനൂ നളീർ ഗോത്രത്തങ്ങ മദീനത്തെ പുറത്തു പോകുമ്പോഴത്തേക്കു അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ രണ്ടാമത്തെ സൂറത്തിലെ 256ാമത്തെ ആയത്ത് നാസിലാക്കുന്നത് എന്തത് 255ാമത്തെ ആയത്ത് ആയത്തുൽ കുർസി അല്ലേ അതിൽ പിന്നത്തെ ഒരു ആയത്ത് ഏത് ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ് ಅದರ ಅರ್ಥ ಎಲ್ಲ നമുക്ക് പിടിക്കും ലാ ഇക്റാഹ ഫിദ്ദീൻ ദീനിൽ ഒരു നിർബന്ധമില്ല ഒരു ബലത്കാരം ഇല്ല ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ് എല്ലാ ಅಂದ್ರೆ വാരദാറിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയ വ്യക്തമാക്കി തന്നറ അപ്പൊ ഈ ആയത്ത് നാസിലാവുക ഒരു കാരണമുണ്ട് ആ സന്ദർഭത്തിൽ ഈ ആയത്ത് നാസിലാവുക കാരണമുണ്ട് എന്താ അത് അതായത് ജാഹിലിയ കാലഘട്ടത്തിൽ മദീനത്തിക്ക് ഇസ്ലാം പണ്ടേക്ക് മുന്നൂലു ഔസ് ഹസ്റജ് ഗോത്രത്തങ്ങ അങ്ങനെ കൂട്ടത്തിൽ മക്ക ആവത്തങ്ങ അങ്ങനെ കൂട്ടത്തിൽ കിടാവ് ജനിക്കാത്തങ്ക് അങ്ങ അള്ളാഹു എದುറിൽ എന്താക്കി നേർച്ച വെച്ചു ഇന്ന എന്തിനാ നേർച്ച ചൊന്നെങ്കിൽ അള്ളാഹു നക്കുറി കിടാവ് ആയെങ്കിൽ ഞാൻ ഞങ്ങള് യഹൂദി ആക്കറേ ചൊന്നെങ്കിൽ യഹൂദി ഗോത്ര ചൊല്றது മദീനത്തെ അറിയപ്പെട്ടതും അതേപോലെ ഒരു ഉന്നത സ്ഥാനത്തിൽ നിന്ന് ഒരു ഗോത്രമായിട്ടുണ്ട് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടേക്ക് മുന്നൂലു അഹ്ലുൽ കിതാബായിട്ടുള്ളങ്ങും അതേപോലെ എന്താ തൗറാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾമാർ ഇങ്ങേറ്റുന്നാർ അപ്പൊ അത് കഴിട്ട് ഉന്നതമായ ഒരു സ്ഥാനത്തുള്ള നല്ല ഒരു കിടാവാക്കിയിട്ട് നാ തീർക്കരായിട്ടുള്ള ഒരു നേർച്ച അങ്ങ് വെച്ചു ഇന്നാർ അപ്പൊ അതേ തക്കന അങ്ങനത്തെ അങ്ങ് കിടാവ് ജനിച്ചപ്പ അങ്ങനെ എന്താക്കിന്നാർ അങ്ങനെ യഹൂദിയാക്കിന്നാർ അപ്പൊ യഹൂദി അങ്ങനെ പുറത്തു പോകുമ്പോൾ ബനൂ നളീർ ഗോത്രത്തങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങും പോണായിട്ട് പണ്ട് ആറ് ഈ ഔസ് ഹസ്റജ് ഗോത്രത്തെ ആയിത്തിന്ന് ഈ മക്കമാർ യഹൂദി ആയിത്തിന്നങ്ങ ബനൂ നളീർ ഗോത്രത്തിൽ പെട്ട കൂട്ടത്തിൽ ഇന്നങ്ങ അങ്ങും മദീനത്തെ പുറത്തു പോകാനായിട്ട് ബണ്ട സന്ദർഭത്തിലേക്ക് അങ്ങനെ അബ്ബുമ്മയോടുള്ളേ മുസ്ലിം ആയിട്ടുള്ളേ അപ്പൊ അങ്ങനെ അബ്ബുമ്മ മുസ്ലിം ആയിട്ടുള്ളേ അങ്ങ് യഹൂദി ആയിട്ട് അങ്ങനെ ഒട്ടിക്ക് പോകേണ്ട സന്ദർഭത്തിൽ ഇങ്ങനെ അബ്ബുമ്മ എന്താക്കിയാറ് നിങ്ങൾ ഇസ്ലാമുക്ക് ബറു ഇസ്ലാമുക്ക് ಬಂದು ನಿನ್ ಕೂಡ ದೈಕ್ಯ നിങ്ങൾ മുസ്ലിം ആവರು അങ്ങോട്ടേക്ക് പോകണുണ്ടില്ല ചൊന്തു അങ്ങ് നിർബന്ധിച്ചാർ അപ്പഴത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കറേ ഈ ആയത്ത് നാസിലാക്കറേ ലാ ഇക്റാഹ ഫിദ്ദീൻ ദീനിൽ ഒരു ബലത്കാരം ഇല്ല ഒരു നിർബന്ധവും ഇല്ല അങ്ക് ഇഷ്ടണ്ട അങ്ങനത്തെ സ്വീകരിക്കാർ
ಅಂಕ ಅದಿಷ್ಟಿಲ್ಲಿ ಹಂಗಾದ್ರೆ ರಿಜೆಕ್ಟ್ ಹಾಕ್ರಾರ. ಅಪ್ಪ ಅದೇ ಟಿಕ್ರ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ತಾಲ ಈ ಆಯತ್ತೂടെ ನಾಜಿಲ್ ಹಾಕುವುಲ್ಲ ಕಾರಣ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ತಾಲ ಎಲ್ಲರಿಗೂ ಎಂದಾಕಿರ ಸ್ವಾತಂತ್ರ್ಯ ಕೊಡ್ತಾರ, ಒರೊತ್ತಗೆ ಬುದ್ಧಿ ಕೊಡ್ತಾರ, ಏದು ನೇರು ಏದು ಕಲವು ಚೊಂತು ತೀರ್ಮಾನಿಕಗುಲ್ಲೆ ಆ ഒരു ಸ್ವಾತಂತ್ರ್ಯ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ತಾಲ ಕೊಡ್ತಾರ. അപ്പൊ അത് കഴിത്ത് നേരായ മാർഗം ആറ് സ്വീകരിക്കാറ്, ഫമൻ ഷാ ഫല്യുമിൻ വമൻ ഷാ ഫല്യക്ഫുർ. ആറ് ഉദ്ദേശിക്കാറ് മുന്നവിടാറ്, ആറ് ഉദ്ദേശിക്കാറ് ಅಂಕ ಕಾಫಿರಾವ. അപ്പൊ ಇದರ ಅರ್ಥ ಅಂದ್ರೆ ಕಾಫಿರಾವ ಚೊಂದಿಂಗ್ ಎಂದ್ರೆ ಅದರ ಅರ್ಥ എന്തും പ്രോബ്ലം ഇല്ല, ಅಂಕ್ ಎಂದಾಕ ಅಂಕ್ ಸ್ವರ್ಗತ್ತು പോവാണ്ടുള്ള ഒരു ഓപ്ഷൻ അല്ല ഇത്. കുറെ ആൾമാർ ഇങ്ങനത്തെ ആയത്തറല്ല, ഖുറാൻ ഇങ്ങനത്തെ ആയത്തറല്ല എടുത്തിട്ട് എന്താക്കാറ്, നല്ലറായത്തിൽ സ്പെഷ്യലി അത് ഓപ്ഷൻ ആക്കി വെച്ചിരാറ്. ഇങ്ങനത്തെ ആയത്തല്ല വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ദീനിൽ നിന്ന് നിർബന്ധാക്കിയിട്ടില്ല, വേന്മ എനിക്ക് സ്വീകരിക്കാം, വേണ്ടെന്ന് എനിക്ക് കൂടാ, അതിലെന്തും പ്രോബ്ലം ഇല്ല, ഞങ്ങൾ എല്ലാവരും അന്യോന്യായിട്ട് ജീവിക്കുന്നു, ഇങ്ങനെയുള്ള ചൊന്ത് സ്പെഷ്യലി ജമാഅത്തെ ഇസ്ലാമറും അതേപോലെ തബ്ലീഗ് ജമാഅത്തങ്ങളെಲ್ಲ ಸ್ಪೀಚ್ ಕೇട്ട് നമുക്ക് അങ്ങനെ കാണും. ಅದಿಂದ ಅದ್ರ ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ ಅಂತ ಒಲಾಕಿಟ್ಟು ಹಂಗಂದ್ರೆ ಹಂಗಲ್ಲ. ಈ ಆಯತ್ರಲ್ಲ ಉದ್ದೇಶ ಅಂದ್ರೆ ಅದ್ರ ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ ಅಂತಲ್ಲ. நீங்க இஸ்லாம் സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ട ചൊല്ല രൂപത്തിൽ എത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ല. നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിച്ചെങ്കിൽ അതിൽ പരലോകത്ത് വിജയമുണ്ട്, സ്വീകരിച്ചില്ലമാ പരലോകത്ത് നിങ്ങൾക്ക് നഷ്ടമുണ്ട്. ഇസ്ലാം സ്വീകരിച്ചാൽ മാത്രമേ ഒരാൾക്ക് സ്വർഗത്ത് എത്തിപ്പെടുക സാധ്യത. അല്ലാണ്ട് എല്ലാവരും അന്യോന്യായിട്ട് പരസ്പര ಅಂದ್ರೆ ಅಪರಿಪರ ಧರ್ಮത്തെ ಆದರಿಕೊಂಡು ಬಹುಮಾನಿಕೊಂಡು ಅಂತೆಂದು ಅಲ್ಲ ಇಸ್ಲಾಂ ಪಡಿಪಾಟ್ರೆ. ಇಸ್ಲಾಂ ಪಡಿಪಾಟ್ರೆ ಆದರವು ಇಸ್ಲಾಂ ರೇ ಆದರವುಲ್ಲೋಡೆ ಒರಾಲ್ ಆದರವುಲ್ಲ ಇಸ್ಲಾಂ ಪಡಿಪಾಟ್ರೆ ಇಸ್ಲಾಂಲೇ ತಿಕ್ಕರು. ಫಇನ್ನಲ್ ಇಜ್ಜತ ಲಿಲ್ಲಾಹಿ ಜಮೀಆ, ಎಲ್ಲಾ ಇಜ್ಜത്തും അല്ലാഹുവിന്റെ മുട്ടை തിക്കറുല്ലേ ചൊല്ലത് ഞാൻ ഗൗരവമായിട്ട് മനസ്സിലാക്കും. അപ്പൊ ഇതേ തിക്കറ് ആ ആയത്ത് നാസിലാവുകയുള്ള കാരണം ചൊല്ലത് നാം മനസ്സിലാക്കും. ഇനി നെക്സ്റ്റ് ഹിജ്റ 4ാമത്തെ വർഷത്തിൽ ഞങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിപ്പാട്ടുമ്പോ ചൊന്തിന്ന അബു സുഫിയാൻ ഉഹുദ് യുദ്ധ ആയൽ പിന്നെ ഒരു ചാലഞ്ച് ആക്കിയിട്ട് തിക്കർ അവിടെ പോയി അല്ലെ. ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങ സോത്താറ്, അതിൽ പിന്നെ അബു സുഫിയാനും ഉമർ റളിയല്ലാഹു അൻഹു നടുലൂർ പൽക്കാവടും. അങ്ങനെ പൽക്കാട് സന്ദർഭത്തിൽ ലാസ്റ്റ് അബു സുഫിയാൻ അവിടെ പോകുമ്പോ ചൊന്തിന്ന നെക്സ്റ്റ് വർഷം ഞങ്ങ ബദ്ർ യുദ്ധത്തിക്ക് ബദ്ർ ചൊല്ലെ ಜಾಗೆಗೆ ಬಂಡ ബദ്ർ യുദ്ധത്തിൽ ബദ്റിൽ ഞങ്ങൾ കണ്ടുമുട്ട ചൊന്തു. അബു സുഫിയാൻ ചൊന്നപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ചൊന്നി, നമുക്ക് കണ്ടുമുട്ട ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തി. അപ്പൊ അവിടെ എന്തായിട്ട് ആ ഒരു വർഷയിൽ പിന്നെ ഷാബാൻ തിങ്കളിൽ ഹിജ്റ 4ാമത്തെ വർഷ ഷാബാൻ തിങ്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1500 സൈന്യത്തെ എടുത്തോണ്ടേ ബദ്ർ ചൊല്ലെ ಜಾಗೆಗೆ ಬರ್ತಾವ್ರು. അത് ഹിജ്റ 4ാമത്തെ വർഷത്തിലേക്ക്. അപ്പൊ അബു സുഫിയാനും ചാലഞ്ച് ആക്കിയത് നെനപ്പുണ്ടു. അപ്പൊ അബു സുഫിയാൻക്ക് എന്തില്ല അത്ര ഒരു ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ല പോണ്ടത്. ആയെങ്കും ചൊന്നറല്ലേ ಬಂಡೆ ಚೊಂತು ಚೊನ್ನೆಲ್ ಪಿನ ಪೆರೋಜಾರದಂದ್ರಲ್ಲ ಸಮಲ್ಲ ಚೊಲ್ಲ ರೂಪത്തിൽ ಅಬೂಜಾಲು ಮಂದಾಕ್ರ ಅವನ ಕೊರಿ ಆಲ್ಮಾರ್ರೆ ಜಂಡಾಯಿರ ಆಲ್ಮಾರ್ರೆ ಎಡ್ತೊಂಟೆ ಜಂಡಾಯಿರ ಸೈನ್ಯ ಆಲ್ಮಾರ್ರೆ ಎಡ್ತೊಂಟೆ ಅವನು ಮಕ್ಕತ್ತೆ ಬರ್ತವ್ರ. അങ്ങനെ മക്കത്തെ പുറത്തേറ്റ് അങ്ങ് ബണ്ടാറ് ബന്ത് മജന്ന ചൊല്ലற ജാഗ എത്തിയപ്പ അങ്ങോട്ട് റെസ്റ്റ് എടുക്കുക നിന്റപ്പ അബു സുഫിയാൻക്ക് പിന്നും എന്തിരില്ല പോണുക മനസ്സില്ല. കാരണം ഒന്നാമത്തേത് ಬರಗಾಲ ಇಟ್ಟಿಕ್ಕರು, ಕೃಷಿ ಎಲ್ಲ ഇല്ലാത്ത ഫുഡ് ഇല്ലാത്ത ഒരു സന്ദർഭം എത്തിക്കർ. അതേപോലെ രണ്ടാമത്തേത് യുദ്ധാക്കുറുണ്ടായി നല്ല എന്തുണ്ട് ശാരീരികമായിട്ടും അതേപോലെ സമ്പത്തുപരമായിട്ടുള്ള താക്കത്ത് വേണം. ഇത് രണ്ടും ഇല്ലാത്ത സന്ദർഭം എത്തിയത്. അപ്പൊ അത് കഴിട്ട് അബു സുഫിയാൻ എന്താക്കറ അവിടെ എഞ്ചിട്ട് ചൊല്ലറ ഈ വട്ടം നമുക്ക് എന്തായെങ്കിലും യുദ്ധാക്കുക സാധ്യമില്ല. ഒന്നാമത്തേത് കൃഷി ഇല്ലാത്ത അതേപോലെ സമ്പത്തിലും അതേപോലെ ശാരീരികമായിട്ടും ഞങ്ങൾ എല്ലാവരും തളർച്ച ഉള്ള ഒരു സന്ദർഭം എത്തിക്കരുത്. അങ്ങനെ സബുಲು ನಾನು ಯುದ್ಧಕ್ಕೂ ತಾಲ್ಪರ್ಯಪಡಿಲ್ಲ, ನಾ ರಿಟರ್ನ್ ಕೊಂಡೆ ನಿಂಕ್ ಬೇಣಿಂಗ್ ಎಂದಾಕ ಬರ ಚೊಂತು ಅವನು ಪೆರುಜಾರಿಯದು ಕಂಡಿട്ട് അതിൽ മെജോറിറ്റി ഉള്ള ആൾമാർ എല്ലാവരും അവന്റെ അഭിപ്രായത്തിൽ എന്താക്കിയാറ് കൂടിയാറ്. വേണ്ട ഞങ്ങൾ പോകേണ്ടത് ഞങ്ങൾ റിട്ടേൺ മക്കത്തിക്ക് പോയി ചൊന്ത എന്താക്കിയാറ് ഉടനെ പാതി തെരലു റിട്ടേൺ പോയാ. അപ്പൊ റിട്ടേൺ പോയിട്ടും അബു സുഫിയാൻ ആ ചൊന്നതുണ്ടല്ലേ, അപ്പൊ ചൊന്നിട്ടും ಬಂದಿല്ലെങ്കിൽ എന്താ അതൊരു ಏಸಿಗಿರ ವಿಷಯ. അപ്പൊ അത് കഴിഞ്ഞ് അവನಿಗೆ ಎಂದ್ರ ಕುಣಿಂತು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಸಾಹಬರನ್ನು ಬರುಗು ತೀರಾಂಟ ಹಾಕುಣಿಂತು. ಬದ್ರ ಯುದ್ಧത്തിൽ അവിടേക്ക് ബദ്ರಿಗೆ ചൊല്ല ಜಾಗೆಗೆ അങ്ങും നബിരങ്ങും ബറുഗു തീരാണ്ട് ആക്കുണിಂತು. അപ്പൊ അത് കഴിഞ്ഞ് അവൻ എന്താക്കിയ റിട്ടേൺ പോകേണ്ട സന്ദർഭത്തിൽ നുഐം ഇബ്നു മസ്ഊദുൽ അസ്ജഇ ചൊല്ലற ആളിനെ പിടിച്ചിട്ട് ചൊന്ന നീ എന്താക്ക് സീത മദീനത്തെ മുട്ട പോയിട്ട് മുഹമ്മദിന്റെ അനുയായിമാരെ പേടിപാട്ടും ഞങ്ങളുടെ വിഷയത്തിൽ പേടിപാട്ടും അങ്ങ് ബന്ത് റെഡി ആയിരാറ്. അതേപോലെ അങ്ങ് നല്ല ശക്തിയുള്ള അങ്ങ് ഇട്ടിക്കറാറ്, നല്ല എന്തുണ്ട് അങ്ങോട്ടേക്ക് വെപ്പൻസ് ഉണ്ടല്ല ചൊന്തു നീ എന്താക്കും ഞങ്ങളെ പേടിപാട്ടു ചൊന്തു ആറ് അബു സുഫിയാൻ ഇയാളൊട്ടിಗೆ ഏൽപ്പിക്കും. അങ്ങനെ ഇയാള് അതേപോലെ അബു സുഫിയാൻ ചൊന്ന പോലെ മദീനത്ത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെല്ലാം കണ്ടുമുട്ടിട്ട് പേടിപാട്ടിട്ട് മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ എന്താക്കില്ല ഒരു പേടിയും പേടിച്ചില്ല. ഞങ്ങൾ ബണ്ട ചൊന്നിട്ട് പിന്നെ അങ്ങനത്തെ ബണ്ടേ മേച്ചൊന്ന് അങ്ങനെന്താക്കിയാറ് അതൊരു വലിയ വിഷയമാക്കാണ്ട് സീത ബദ്ർ ചൊല്ല ജാഗയ്ക്ക് പോയാറ്. ബദ്ർ ജാഗി പോയിട്ട് അവിടെ 8 നാൾ കാത്തു തെച്ചാറ് ഇങ്ങ ബണ്ടത്. ആ 8 നാളില് അബു സുഫിയാന്റെ പൊടി സമയത്ത് കണ്ടില്ല. അവിടെ ബന്ധത് അവിടെ അവൻ ബന്ധേ ഇല്ല, അവൻ നോക്കിത്തേ ഇല്ല, കാൽ വെച്ചിത്തേ ഇല്ല. അപ്പൊ മുസ്ലിം എന്താക്കിയാറ് ആ സന്ദർഭത്തിൽ ബദ്ർ ചൊല്ലിയ ജാഗയിൽ അവിടെ ಸಂತೆಂತು ಆ ಸಂತೆಲ್ಲ ಹಂಗ ಕಚ್ಚೋಡಾಕಿಟ್ಟು ಅದ್ರ ಲಾಭ എടുത്തോണ്ട് പിന്നെ സീത റിട്ടേൺ മദീനത്തേക്ക് പോയതായിട്ടിക്ക് നമുക്ക് ചരിത്രത്തിൽ ആ വിഷയത്തിൽ കാണും. ഇതായിട്ടിക്ക് ഗസ്വത്തു ബദ്റുൽ അഖീറ ചൊന്ത അറിയപ്പെടുറെ ബദർ. ഒന്ന് ബദ്റുൽ അവ്വൽ ഒന്ന് നിಂತು
പിന്നൊന്നു ബദറുൽ കുബ്ര, വലിയ ബദർ ಅಂದ್ರೆ ಯುದ್ಧ ಆಯದ ಇಟ್ಟಿಕ್ರು. രണ്ടാമത്തേത് ബദറുൽ അഖീർ, ലാസ്റ്റ് ബദർ. അത് ഇട്ടിക്ರು ഈ ഒരു സംഭവം ചൊല്ലത് മനസ്സിലാവും. അവിടെ എന്തായിട്ടില്ല, യുദ്ധം ആയിട്ടില്ല. മാത്രമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ റിട്ടേൺ പോയിട്ട് അവിടെ ഞങ്ങൾ മനസ്സിലാക്കൂല, ഈ ചരിത്രത്തിൽ ഞങ്ങൾ മനസ്സിലാക്കൂല ಅಂದ್ರೆ മുശ്രിക്കുമാർ പേടിപാട്ടറാണ്, മുസ്ലിമീങ്ങളെ എല്ലാ ರೀತಿಲೂ പേടിപാട്ടറാണ്. ಅದು ಇಂದത്തെ ಕಾಲತ್ತಲೂ നമുക്ക് എന്താ കാണാൻ സാധ്യവറದು അല്ലേ. അതും ഇതുമല്ല ചൊന്തു എല്ലാ ರೀತಿಲೂ പേടിപാട്ടറാണ്. മനാൾ രായത്തിലുള്ള NRCയും ചൊന്തു, അതേപോലെ വഖഫിന്റെ വിഷയത്തിലും, അതേപോലെ മദ്രസ ക്യാൻസൽ ആക്കുന്ന ചൊന്തു, എന്തും ഒരു പേടിയും പേടിക്കൊന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു തആലരെ ഒരാള് ആ ആത്മാർത്ഥമായിട്ട് അള്ളാഹുരെ പിരിസാക്കിയിട്ടും അതേപോലെ അള്ളാഹുരെ തൗഹീദിൽ ಗಟ್ಟಿ ನಿಕ್ಕರ ಒರಾಳಿಗೆ ഒരു പേടിയുമില്ല. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, അള്ളാഹുമയോ ಅವನ ಇಟ್ಟಿಕ್ರಿ ಎಲ್ಲ ಅಂತ ಯಾರ ಅಂದ್ರೆ ಬರಮೇಲ್ಪಿಕ್ಕಗೂ ಅರ್ಹಪಟ್ಟವನು ಚೊಂತು അങ്ങനെ ചൊന്തു ധൈര്യ കാട്ടറങ്ങ ഇട്ടിക്കാറ് ಎಲ್ಲ അല്ലെ മുസ്ലിമിങ് ആവണ ഇതങ്ങനെ ഇട്ടിക്കറ്. മാത്രം ഇന്നത്തെ മുസ്ലിമിങ് അങ്ങനെ ഇല്ല. മുസ്ലിമിಗಳ അവസ്ഥ എന്തൊരു ഹബ്ബു ദുനിയ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവൊരൊಟ್ಟಿಗೆ പിരിസും അതേപോലെ മരിക്കുള്ള പേടില് എല്ലാ ರೀತಿലുള്ള അഡ്ജസ്റ്റ്മെന്റിಗೆ പോയിട്ടുള്ളത് ഇട്ടിക്കറ്. ഖേദകരമായ ഒരു വിഷയത്തിൽ നമുക്ക് കാണാൻ സാധ്യമാണ്. അപ്പൊ അതുകഴിട്ട് ഞങ്ങൾ ഈ ചരിത്രത്തിലുള്ള ഇങ്ങനത്തെ കുറേ പാട്ടല്ല പഠിക്കാനായ ഒന്ന് ഇട്ടിക്കറ് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. അതേപോലെ ഈ സംഭവമായിട്ട് ഇതേ ഹിജ്റ 4ാമത്തെ വർഷത്തിൽ ഗസ്വത്തു ദാത്തുർ റിഖാ ചൊല്ലുന്ന സംഭവം നടക്കുന്നത്. ദാത്തുർ റിഖാ ചൊല്ലുന്ന എന്ത് തുണി കെട്ടിട്ടുള്ള യുദ്ധാണ്. തുണി കെട്ടിട്ടുള്ള യുദ്ധാണ്. അപ്പൊ എന്ത് കേട്ടി ഈ തുണി കെട്ടിട്ടുള്ള യുദ്ധാണ് ഈ യുദ്ധത്തിന് പേര് പറകില്ല കാരണം. ಇದಕ್ಕೆ ಕಾರಣ ಅಂದ್ರೆ ചൊന്നെങ്കിൽ ചമ്മ അഭിപ്രായം ഉണ്ട്. അതിൽ പ്രബലമായ അഭിപ്രായ സഹാബിരങ്ങ ആ യുദ്ധത്തിന് നടന്നോട്ട് പോയാർ. ഒരാൾക്ക് 6 ആൾക്ക് ഒരു വൺടെര പോലെ. അപ്പൊ സാധാരണ അങ്ക് എന്താക്കും കിട്ടിയിട്ടില്ല, വൺടെൽ തെച്ചിട്ട് യാറത്തിൽ അങ്ക് പോകുക സാധ്യമായിട്ടില്ല. അങ്ങ് യാറത്തിൽ യാറ നടന്നോട്ടേ തിക്കർ പോയി ആ മരുഭൂമിയിൽ നടന്നിട്ട് അങ്ങനെ കാലുള്ള ചോര ബന്താമ്പത്തുക അങ്ങെന്താക്കിയാറ് ആ ചോരരെ തുണി കൊണ്ടിട്ട് കെട്ടിട്ടേ തിക്കറങ്ങ പിന്നെ നടന്നേന്. അപ്പൊ അതൊക്കെ തിക്കർ ഈ യുദ്ധത്തിന് ജാത്തുർ റിഖാ ചൊന്തു പേര് പറകില്ല കാരണ ചൊന്തു ഉലമാക്കന്മാർ വിശദീകരിക്കുന്നത്. അപ്പൊ നമുക്കൊരു സഹാബിരങ്ങളെ ആ ഒരു ത്യാഗ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജാഗയ്ക്ക് വിളിച്ചിട്ടുണ്ടായി ഒരു ഇതുമില്ലാണ്ട് അങ്ങ് പോണ്ടതും അള്ളാഹുരുടെ മാർഗത്തിൽ യുദ്ധാക്കുന്നതും ഇതെല്ലാം നബിരെ അതേപോലെ സഹാബിരങ്ങളെ ജീവനത്തിൽ നമുക്ക് കാണാൻ സാധ്യം. ഇതെല്ലാം നമുക്ക് പഠിക്കുക പാട്ട് എന്ത് അള്ളാഹുരുടെ മാർഗത്തിൽ എന്ത് സ്വരം എടുക്കുകയെങ്കിൽ ഞങ്ങളെ തടിരെ അത്ര ഒരു വലിയ ഇമ്പോർട്ടൻസ് കാണാണ്ടെ, തടിരെ ഇമ്പോർട്ടൻസ് കാണും, ബട്ട് ചെറിയ ചെറിയ വിഷയത്തിൽ അത്ര ഒരു വലിയ ഇതാക്കാണ്ടെ ആ എത്ര അള്ളാഹുരുടെ മാർഗത്തിൽ ത്യാഗാക്കുക ഇട്ടിക്കൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കണായി. സഹാബിരങ്ങ അങ്ങനെ ഇത്തിന്നാർ ആ മരുഭൂമിയിൽ അങ്ങ് നടന്നിട്ട് ലാസ്റ്റ് ചോര ബന്താമ്പത്തുകും അങ്ങനെന്താക്കില്ല പെറൂജാറില്ല. ಅದಕ್ಕೆ കാലുക്ക് തുണി കെട്ടിട്ടും അങ്ങനെന്താക്കിയാറ് ആ യുദ്ധത്തിന് പോയാറുണ്ട് എത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യം. അങ്ങനെ അതിൽ 700 ഒരു അഭിപ്രായത്തിൽ 400 ആൾമാരുണ്ട്, പിന്നൊരു അഭിപ്രായ പ്രകാരം 700 സഹാബിമാർ എത്തിക്കാറ് ആ യുദ്ധത്തിന് പർത്തേര്. അത് ആറൊട്ടിಗೆ ಇಟ್ಟಿಂತ ಯುದ್ಧ ಗತ್ಫಾನ್ ಗೋತ್ರത്തെ ಉಪಗೋತ್ರ ಇತ್ತುಳ್ಳೆ ಬನು ಸಾಲಬಂ ಬನು ಮಹಾರಿಬ್ ಈ ಜಂಡು ಗೋತ್ರ തങ്ങളൊട്ടിಗೆ ಇಟ್ಟಿಂತ ആ യുദ്ധ ആവണിന്നെ. ബട്ട് എന്തായിട്ട് ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഭാഗത്തേക്ക് പോയപ്പ അങ്ങനെ നജിദ് ചൊല്ലുന്ന ജാഗി ആ ഭാഗത്തിൽ എത്തിനാറ നിന്നെ. അപ്പൊ ആ ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പ ഇങ്ങെന്താക്കിയാറ് അവിടെ എല്ലാം വിട്ട് ഓടിയാർ അങ്ങ ബച്ചവായാർ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണ് കിട്ടാണ്ടെ സഹാബിരങ്ങളെ കൈക്ക് കിട്ടാണ്ടെ അങ്ങ് അവിടെ എല്ലാവരും ഓടിയ പോയാർ. അതിൽ 2-3 ആളെ എന്താക്കിയാറ് സഹാബിരങ്ങ ബന്ധനത്തിൽ പിടിച്ചാർ, ബന്ദിയാക്കിയാർ. അതിൽ ഒരു പെണ്ണുങ്ങും മിന്ത് ആ ബന്ദിൽ ഒരു പെണ്ണുങ്ങും മിന്ത്. അങ്ങനെ പിന്നെ എന്താക്കിയാർ അങ്ങ് അവിടെ കാത്തു തെച്ചാറ്. ഇതേപോലെ ശത്രുമാർ ബണ്ടാറ് അറ്റാക്ക് ആക്കാറ് ചൊല്ലിയ വിഷയത്തിൽ കാത്തു തെച്ചാറ്. മാത്രം യുദ്ധം ഇല്ലാണ്ടെ സഹാബിരങ്ങ അവിടെ എന്താക്കിയാറ് റിട്ടേൺ വന്നാർ. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ യാർക്ക് യാർ എന്താ യുദ്ധം ഇല്ലാണ്ടായി ടിക്കറ് നമുക്ക് കാണും. ഇന്ന് കുറെ ആൾമാർ ഇസ്ലാം യുദ്ധത്തെ കൊതിക്കരെ ദീന് യുദ്ധാക്കിട്ട് എന്താക്കി ഇസ്ലാം പ്രചാരാക്കിരട്ടല്ല ചൊല്ലുறார். മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തിൽ യാറത്തെ യുദ്ധ അത് ആവാണ്ടായി ടിക്കറ് നമുക്ക് കാണാൻ സാധ്യം. അപ്പൊ ഏതായാലും അവിടെ എന്താക്കിയാറങ്ങ റിട്ടേൺ പണ്ട. ഈ റിട്ടേൺ പണ്ട സന്ദർഭത്തിൽ കുറേ സംഭവം നടക്കുന്നത്. അതിൽ എല്ലാത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഹദീസിൽ കാണും. ഇത് ഞങ്ങളെല്ലാവരും ഞങ്ങളൊട്ടിಗೆ ഇത് ഞങ്ങൾ ടാലി ആക്കണ ഈ ഒരു സംഭവം ഇട്ടിക്കറി ഈ സംഭവം. അതായത് ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലുറേ ഈ ഗസ്വത്തു ദാത്തു റിഖാഇല് ഞങ്ങൾ റിട്ടേൺ മദീനത്തേക്ക് പോകേണ്ട സന്ദർഭത്തിൽ ഖറജ്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസാബ റജുലുൻ മിനൽ മുശ്രിക്കീൻ ನಾನು പഠിച്ചത് പോലെ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണുങ്ങളെ ബന്ദിയാക്കിനാർ. അങ്ങനെ ബന്ദിയാക്കി കൂട്ടിയപ്പോ ഫഹലഫ അല്ല അൻതഹി ഹത്ത ഉഹ്രീഖ ദമൻ ഫി അസ്ഹാബി മുഹമ്മദ് അതിൽ ഒരാൾ മുശ്രിക്കിൽപ്പെട്ട ഒരാൾ അയാളുടെ പെഞ്ഞായിട്ടിട്ട് അയാൾ എന്താക്കിയിട്ട് നന്റെ പെഞ്ഞയെ ബന്ദിയാക്കി കുട്ടിയെ പോയാറല്ലേ ഇനി എന്തായെങ്കിലും അങ്ങനെ നാ വിടില്ല അങ്ങ് എവിടുത്തോൾ പോണ്ടാറ് അങ്ങനെ പെറൂലെ പോയിട്ട് അങ്ങനെ കൊല്ലാണ്ട് അങ്ങനെ ഒരാളെ നാ കൊല്ലാണ്ട് നാ തിരിച്ചു വരാല ചൊന്ത അയാൾ എന്താക്കിയിട്ട് ശപത്തിട്ടിട്ട് അയാൾ പ്രോമിസ് ആക്കി എന്തായെങ്കിലും ഞാൻ ഒരാളെ കൊന്നിട്ടേ ബണ്ടാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ അവിടെ പുറത്തേറ്റ് ചമ്മ ദൂരെ പോയിടാറ്. അങ്ങനെ ഒരു ജാഗ എത്തിയപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ട് ഫനസല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻസിലൻ അങ്ങനെ ജാവയിട്ട് ആകുമ്പത്തും അങ്ങനെ എന്താക്കിയാർ അവിടെ
ഒരു ടെന്റ് ഇട്ടിട്ട് അവിടെ തെച്ചാർ. അങ്ങനെ തെച്ചിട്ടാകുമ്പോഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിനെ കേട്ടിട്ട് മൺ റജുലുൻ യഖ്ലഉന, നങ്കിണ്ട് കാവൽ തണ്ടങ്ങ ആറുള്ളാർ നിങ്ങളുടെ കൂട്ടത്തിൽ. സഹാബിനെ കേൾക്കുക, നങ്കിണ്ട് കാവൽ തണ്ടങ്ങ ആറുള്ളാർ. അപ്പൊ നമുക്കൊരു തവക്കുൽ വേണം, അള്ളാഹുരൊട്ടിക്ക് തവക്കുൽ വേണം. ബട്ട് ഞങ്ങൾ ആക്രം സ്വറ ഞങ്ങാക്കും അല്ലേ, അത് അള്ളാഹു ഉണ്ടല്ലേ ഞങ്ങളെ ബച്ചവാക്കോ ചൊന്തു. പിന്നെ എന്തും ഒരു ഞങ്ങളിതായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഇല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ ഇതായിട്ട് പോകുത്തീറ. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പട്ടതേറ്റി. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ കാവൽ നിൽക്കുകാറുള്ളാർ, കാരണം ശത്രുമാർ ഏറിയിട്ടിക്കുന്നത്. അപ്പൊ എപ്പ വേണമെങ്കിലും ശത്രുമാർ ബന്ധു ഞങ്ങൾ അറ്റാക്ക് ആക്കുവാർ. അപ്പൊ അത് കഴിത്ത് ഇവിടെ വർഗ സന്ദർഭത്തിൽ കാവൽ വേണു ചൊല്றது നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് കഴിത്ത് ഇണ്ട് ഞങ്ങൾക്ക് ആ ഒരു കാവൽ നിൽക്കാറ് ചൊന്തു. സഹാബിനങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പ രണ്ട് സഹാബിനെ എഞ്ചി നിന്റാർ. ഒന്ന് അൻസാരിയായ സഹാബി, പിന്നൊന്ന് മുഹാജിറായ സഹാബി. അൻസാരിയായ സഹാബി ആറ് അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു, മുഹാജിറായ സഹാബി അമ്മാർ ഇബ്നു യാസിർ. ഈ രണ്ട് സഹാബിമാർ എഞ്ചി നിന്നു ചൊന്ന നബിയെ ഞങ്ങൾ നിൽക്കിற കാവൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തുത ഈ തെരു ഇത് ബണ്ട് തെരു, ശത്രുമാർ ബണ്ട് തെരു വൈറ്റിക്കിற ഈ തെരുരെ ഭാഗത്തിൽ നിങ്ങൾ എന്താക്കൊരു കാവൽ നിൽക്കൊരു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. അങ്ങനെ ബാക്കിന്റെ സഹാബിരങ്ങൾ അവിടെ വറങ്ങിയ. അങ്ങനെ ഈ രണ്ട് സഹാബിരങ്ങൾ അവിടെ കാവൽ നിൽക്കുമ്പോഴത്തേക്കു ഒരാൾ പിന്നൊരാളോട് ചൊല്ലും ഞങ്ങൾ ജണ്ടാലും എന്ത് കാവൽ നിൽക്കേ, ഒരാൾ മയ്യാവല്ല. അപ്പൊ ഒരു ശത്രു ഇങ്ങനെ പറയുമ്പോൾ ഒരാൾക്ക് ഗൊന്തായും മയ്യാവും. അപ്പൊ അതൊക്കെ എന്താക്കുക, ഞങ്ങളെ ജാവരെ ഞങ്ങൾ സ്പ്ലിറ്റ് ആക്കുക. പാതി ഭാഗം നീ പറഞ്ഞു, അപ്പൊ നാ കാവൽ നിൽക്കറ, പിന്നെ പാതി ഭാഗം നാ പറഞ്ഞ നീ കാവൽ നിൽ, ഇങ്ങനെ ആവും. അങ്ങനെ ഓക്കേണ്ടാവൂ. അങ്ങനെ അതിലെന്താവൂ, അമ്മാർ ഇബ്നു യാസിർ അയാൾ പറഞ്ഞത്, അബ്ബാദ് ഇബ്നു ബിശ്ർ കാവൽ നിൽക്കർ. അങ്ങനെ കാവൽ നിന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അബ്ബാദ് ഇബ്നു ബിശ്ർക്ക് എന്താവും, ഞാൻ ഇങ്ങനെ കാവൽ നിൽക്കേ നല്ല ടൈം വേസ്റ്റ് ആവും അല്ലേ. അപ്പൊ ഞാൻ എന്താക്ക ഒരു ജനറക്കാത്ത് നിസ്കരിക്കില്ല ചൊന്തു. അയാൾ ബിയാർച്ചിട്ട് എന്താക്കുക ജനറക്കാത്ത് നിസ്കരിക്കോ നിൽക്കുന്നത്. അപ്പൊ നമുക്കൊരു സാബിരങ്ങ ഒരു ടൈം ഒരു എത്രമാത്രം മഹത്വമായിട്ട് കണ്ടു ഇന്നാറ് ചൊല്ലത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യം. വെറുതെ ദൈക്കും ഒത്തുകും എന്തേ ഒരു ഇബാദത്താക്കാ ചൊല്ല ഒരു ബിയാറായിട്ട് ഇരിക്കുന്ന സാബിരങ്കിന്. അങ്ങനെ ഈ അബ്ബാദ് ഇബ്നു ബിശ്ർ എന്തായാലും ജനറക്കാത്ത് നിസ്കരിക്കുകയത്ത് കൈകെട്ടും. അങ്ങനെ കൈ കെട്ടിട്ട് നിസ്കരിക്കുക സ്റ്റാർട്ട് ആക്കിയാൽ പിന്നെ ഫാത്തിഹ ഓദിത്ത് സൂറത്ത് ഓതുക സ്റ്റാർട്ട് ആക്കിയാൽ പിന്നെ തിക്കറ് ആ മനുഷ്യ പണ്ട് ഏ മനുഷ്യ ഞാൻ എന്തായെങ്കിലും അങ്ങനെ വിടാല അതിൽ ഒരു സാഹബിരങ്ങൾ കൊല്ലുവേ സ്വന്തു മുഷ്രിക്കായ ഒരാൾ ശപ്പത്തിട്ട് തിന്ന അവൻ പണ്ടി അവൻ ಬಂತು നോക്കുമ്പോൾ ഒരാൾ അവിടെ നിസ്കരിച്ചു പോകും. അപ്പൊ നല്ല ചാൻസ് ഒരാളെങ്കിൽ നമുക്ക് കിട്ടിത്തല്ലേ ചൊന്തു നല്ല ചാൻസ് യൂസ് ആക്കിയിട്ട് അവന്റെ കയ്യിൽ നിന്ന് ബിൽബാണത്തെ ഒരു ബുടൽ ബുട്ട. ആ ബുട്ടത് ഈ നിസ്കരിച്ചു ഇന്ന സഹാബിരെ കാലുക ಬಂತು തറച്ചിട്ട് ഒരു ബിൽബാണ തറച്ചെങ്കിൽ അത് എത്രമാത്രം നൊമ്പലിക്ക് ചൊല്றது മനസ്സിലാക്കുക സാധ്യ അവർ ഒരു കാര്യം. ഒരു ഇരുമ്പ് ആ ബിൽബാണ ചൊന്ന് ഭയങ്കര വലിയ ഒരു അതിങ്ങനെ ಬಂತು കാലുക കുത്തിയെങ്കിൽ എത്രത്തോളം നൊമ്പലിക്ക് ചൊല്றது നമുക്ക് ഊഹിക്കുക ಅವ್ರದ್ದು ಇಟ್ಟಿಕ್ಕರು. അങ്ങനെ ഇത് ಬಂತು കാല് കുത്തിട്ട് ഇയാളുടെ കാല് ചോര ಬಂತು അവിടെ പന്തില്ല. അയാൾ ആ നിസ്കാരത്തെ ഖുർആന്റെ ഓത്ത് അയാൾ സ്റ്റോപ്പ് ആക്കില്ല. അയാൾ കണ്ടിന്യൂ ആയിട്ട് ഓദ്യോണ്ടേ പോയി. അതൊരു വലിയ വിഷയമേ രൂപത്തിൽ അയാൾ അതിൽ ഇങ്ങനെ ഓദ്യോ പോയി. രണ്ടാമത്തെ വട്ടം ഇയാൾ എന്താക്കിയിട്ട് ബില്ലുവാൻ അടച്ചിട്ടും അതും അയാളുടെ കാലുക ಬಂತು തറച്ചിട്ടും കംപ്ലീറ്റ് ആക്കി പിന്നെ മുട്ടത്തിൽ നിന്ന് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു ಬೇಗ ಬಂತರು. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു എഞ്ചിട്ട് നോക്കും സുബ്ഹാനല്ലാഹ്. അയാൾ എഞ്ചിട്ട് നോക്കുമ്പോൾ കേൾക്കുന്നുണ്ട് സുബ്ഹാനല്ലാഹ് അല്ല അംബഹ്തനി അവ്വല മാ റമ. ആ മനുഷ്യ ഈ ബില്ലുവാണത്തെ നോക്കിയിട്ട് ഈ ചോര നോക്കിയിട്ട് എനിക്ക് ഒന്നാമത്തേത് അവൻ ബില്ലുവാൻ അടിക്കുമ്പോഴത്തേക്ക് എനിക്ക് തന്റെ ವಂತು ಗೊತ್ತಿರಲ್ಲ ಅಂತ എന്തിಗೆ ഇത്ര ലേറ്റ് ആക്കി. ഈ മനുഷ്യ ആ പിന്നൊരാൾ എഞ്ചത് നോക്കിയിട്ട് ഓണോടിയ ചൊന്നെങ്കിൽ അവിടെ ചമ്മാലുള്ളാറിട്ട് അവനക്ക് ബിയാറായിട്ട് ഓടി. അപ്പൊ ഈ സഹാബി അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു കേൾക്കരെ ഒന്നാമത്തെ അടിയിലെ നിക്ക് ವಂತು ಗೊತ್ತಿರಲ್ಲ ಅಂತ ನಂಡೆ. അങ്ങനെ ಅದಕ್ಕೆ ಬೇನ್മായ ಶುಶ್ರೂಷ ಎಲ್ಲ ಹಾಕಿಟ್ಟಲ್ പിന്നെ ഈ ಕ್ವೆಶ್ಚನ್ ಕೇಟಪ್ಪ ಅಬ್ಬಾದ್ ಇಬ್ನು ಬಿಶ್ರ್ റളിയല്ലാഹു അൻഹു ഒരു പൽക്ക ചൊല്ലും എന്ത് അതെ കുന്തു ഫീ സൂറത്തിൻ അഖറഉഹ ನಾನು ഖുർആനിൽ സൂറത്ത് ഓതി ಹೋಗಿನ್ನೆ ഫലം ഉഹിബ്ബു അൻ അഖ്തഅഹ ಅದರ ಕಟ್ಟಾಕುಗ ನಕ ಮನಸ್ಸಿಲ್ಲ ಅಂತ. ಸುಬ್ಹಾನല്ലാಹ್ ഖുർആന്റെ ಓತು അത് കട്ടാക്കുക നക്ക് മനസ്സില്ല. ഇത് എപ്പ ആ ബില്ലുവാണ അടിച്ചിട്ടും ജീവ പോണ്ട സന്ദർഭത്തിൽ ഇട്ടിക്കറ് ചൊല്ലേ ഖുർആന്റെ ഓത്ത് കട്ടാക്കുക നക്ക് മനസ്സായിട്ടില്ല, നക്കത് ഇഷ്ടായിട്ടില്ല, അದ್ರ ಕಂಟಿನ್ಯೂ ആക്കുക ഇട്ടിക്കറ് ನಾನು ഉദ്ദേശിച്ചേ. അപ്പൊ നോക്കൂ ഇതേ ഇട്ടിക്കറ് സഹാബിരങ്ങൾക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധ ചൊല്ലെ ഞങ്ങൾ മനസ്സിലാക്കും അല്ലേ. ഖുർആൻ റൊട്ടിಗೆ എത്രമാത്രം മഹബത്തിൻ ഞങ്ങൾ തിന്നാർ. ഖുർആൻ ഓതുകും ആ ഖുർആന്റെ കണ്ടിന്യൂ ആക്കുകയും അത് എത്ര വലിയ തടസ്സെന്നെങ്കും അದ್ರ സൈഡിൽ വെച്ചിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ആക്കിയ ചൊന്തുല്ല ആ ഒരു ബിയാറ അങ്ങനെ മനസ്സിൽ ഇന്നത് എത്രമാത്ര മഹത്തായ ഒരു ಕಾರ್ಯ ചൊല്ലെ ഞങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ഞങ്ങൾ ആലോചനാക്കണം ഈ സംഭവം കേൾക്കുമ്പോൾ ഞങ്ങളൊട്ടിಗೆ ഖുർആനുമായിട്ട് ഞങ്ങൾക്ക് എത്ര ബന്ധമുണ്ട് ചൊല്ലെ ഞങ്ങൾ ആലോചനാക്കണം അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ് അല്ലാഹുവിಗೆ കുറെ ആൾമാരുള്ളാർ, അല്ലാഹു ഒരു പ്രത്യേകമായ കുറെ ആൾമാർ. സഹാബികൾ കേട്ടാർ നബിയെ അല്ലാഹു ഒരു പ്രത്യേകമായ ആൾമാർ ആർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു അഹ്ലുൽ ഖുർആനി ഹും അഹ്ലുല്ലാഹി വഖാസത്തു. ഖുർആന്റെ ആൾമാർ അങ്ങ അല്ലാഹു ഒരു പ്രത്യേകമായ സ്പെഷ്യൽ ആൾമാറായിട്ടിരിക്കണം. ഖുർആൻ പഠിക്കறாங்க, ഖുർആൻ മനസ്സിലാക്കறாங்க, ಅದರ തഫ്സീർ ഓതുறாங்க, അതുമായിട്ട് ബന്ധപ്പെടുறாங்க, അതേ ഖുർആൻ അനുസരിച്ച് ജീവിക്കறாங்க. ഇങ്ങനെ അല്ലാഹു ഖുർആനുമായിട്ട് ബന്ധപ്പെടുறாங்க, അല്ലാഹു ഒരു ആൾമാറായിട്ടിരിക്കறாங்க. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത്
ഫേമസ് ആയ ഒരു ഹദീസ് എല്ലാ സാധാരണ കേൾക്കുന്നത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിൽ ഖുർആൻ പഠിக்கிறങ്ങും ഖുർആൻ പഠിപ്പാട്ടറങ്ങ തിക്റാറ് ಎಲ್ಲತಕಾನ ಖೈರಾಯಂ ಎಲ್ಲತಕಾನ ಖೈರಾಯಂ. അപ്പൊ അതിനൊക്കെയാണ് ഖൈറാങ്ങ വേറെ ഇല്ലാണ്ട് അത് അതിനായിട്ട് ഖൈറാങ്ങ വേറെ ഇല്ലാണ്ട് തിക്ര ಅದರ അർത്ഥം. അപ്പൊ ഞങ്ങ ഖുർആനുമായിട്ട് എത്ര ബന്ധപ്പെട്ടിട്ടുള്ള ചൊല്ലത് ഞങ്ങളുടെ ആൽച്ചനാണ്. ഒർക്കും നശിച്ചു പോകാത്തെ, ഒർക്കും കട്ടായി പോവാത്തെ, ഞങ്ങൾ ഒരാൾക്ക് ഖുർആൻ പഠിപ്പാട്ടെങ്കിൽ ഞങ്ങൾ മർച്ചയിൽ പിന്നും ഞങ്ങൾക്കെതിരെ കൂലി കിട്ടുകൊണ്ടിരിക്കുന്നതായി വലിയ മഹത്തുള്ള ഒരു സംഭവമായിട്ട് ഖുർആന് പഠിക്കുന്നതും അത് പഠിപ്പാട്ടുന്നതും ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കുവാനായി ഒരു കാര്യത്തിക്ക്. അപ്പൊ അത് കഴിഞ്ഞ് ഖുർആനുമായി ബന്ധപ്പെടുക യാറ ഞങ്ങൾ ശ്രദ്ധിക്കണം ചൊല്ലതേ തിക്കറ് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സംഭവത്തിൽ ഞങ്ങൾക്ക് പഠിക്കുകയുള്ള പാട്ടാ ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ഇത് ഗസ്വത്തു ദാത്തു റിഖാ ആയിട്ട് അത് റിട്ടേൺ മദീനത്തേക്ക് മടങ്ങരെ സന്ദർഭത്തിൽ നടന്നതായ ഒരു സംഭവത്തിക്ക് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. ഇനി ഹിജ്റ 4ാമത്തെ വർഷത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറെ ജീവനത്തിൽ നടക്കരെ വലിയ ഒരു സംഭവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറെ 7ാമത്തെ മങ്ങിലേറ്റിക്ക് ഹിജ്റ 4ാമത്തെ വർഷത്തിലേറ്റിക്ക് അത് സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 7ാമത്തെ മംഗലം. 6 മംഗലം ഞങ്ങൾ ചൊന്തിന ഇത് 7ാമത്തെ മംഗലം. 6 പിഞ്ഞൈമാർ 6 അവർക്ക് എന്നോറല്ല. ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹ, രണ്ടാമത്തേത് മക്കത്തിലായത് സൗദ റളിയല്ലാഹു അൻഹ, മൂന്നാമത്തേത് ആയിഷ റളിയല്ലാഹു അൻഹ, നാലാമത്തേത് ഉമർ റളിയല്ലാഹു അൻഹു മോൾ ഹഫ്സ റളിയല്ലാഹു അൻഹ, അഞ്ചാമത്തേത് അല്ല അത് അതിൽ പിന്നെ സൈനബ് ബിൻത് ഖുസൈമ. സൈനബ് ബിൻത് ഖുസൈമർദ് ഞങ്ങൾ ചൊല്ലുന്ന അതിൽ പിന്നെ എത്തിക്ക് 6ാമത്തേത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ സംഭവം ഞങ്ങൾ ചൊല്ലുന്നു. ഇനി 7ാമത്തെ മംഗലൈറ്റിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തിൽ 6 പണ്ട് 7ാമത്തെ പിന്നെയായിട്ട് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, സൈനബ് ബിൻത് ജഹ്ഷ്. അപ്പൊ ഇതേറ്റിക്ക് നബിയുടെ പെഞ്ഞൈമാരിൽ 2 സൈനബുമാർ, ഒന്ന് സൈനബ് ബിൻത് ഖുസൈമ, പിന്നൊന്നു സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാമിര മോളൈറ്റിക്ക് സൈനബ് ബിൻത് ജഹ്ഷ് നബിയുടെ മാമിര മോൾ. ഉമൈമ ചൊല്ലറെ പെനിങ്ങ ആ ഉമൈമ ബിൻത് അബ്ദുൽ മുത്തലിബ് ഐമരെ മോളൈറ്റിക്ക് 6 സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ഈ മരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മരെ മങ്ങിലാവുന്നതും ഈ മങ്ങിലത്തിൽ വലിയ ഒരു പാട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായക്ക് പഠിപ്പാട്ടി കൊടുക്കുകയായിട്ട് ഈ മങ്ങില ഉണ്ടായിരുന്നു അല്ലേ. വലിയ ഒരു ലെസനും അതേപോലെ അവിടെ ഉള്ള ഒരു അന്ധവിശ്വാസത്തെ ആ അന്ധവിശ്വാസത്തെ ഇല്ലാണ്ടാക്കുകയായിട്ട് ഈ മങ്ങില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തിൽ നടന്നതേ ചൊല്ലത് നാം മനസ്സിലാക്കും. എന്തൊരു വിഷയ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൽത്യമോണായിട്ട് ഇക്രാറ് സെയ്ദ് ഇബ്നു സാബിത്ത് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുടെ സംഭവ ಇದಕ್ಕೆ മുന്നൽത്തെ എങ്ങനെ നബിക്ക് കിട്ടിയേ ചൊല്ലത് ഞങ്ങൾ ಇದಕ್ಕೆ മുന്നಲು മക്ക ചരിത്ര വിശദീകരിക്കലോടെ ചൊന്തിന്ന. ആക്ച്വലി സെയ്ദ് ഇബ്നു ഹാരിസ ഒരു അടിമയല്ല. അയാളുടെ ಬೇರೆ ರಾಯത്തെ കുട്ടിയെ ಬಂದಿರೈತಿಕ್ರ മക്കത്തിൽ വലിയ തറവാടിനെ വലിയ ಎಂದ್ರೆ ಗೋತ್ರത്തെ ഒരാളിട്ടിക്കാറ് സെയ്ദ് ഇബ്നു ഹാരിസ. അവിടെ മക്കത്തെ അയാളുടെ എന്താക്കിയത് കൊറേ കള്ളമാറ് കിടാവരെ ഉമ്മരെ ಅಬ್ಬರೆ ಬೇರೆ ಬೇರೆ ಹಾಕಿಟ್ಟು ಅವ್ರೆ ಕಟ್ಟುಕೊಂತ ಮಕ್ಕತ್ತುಕೊಂತ ಬಿತ್ತಪ್ಪ ಖದೀಜ റളിയല്ലാഹു അൻഹരെ കസിൻ എടുക്കറ്. പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹ ഗിഫ്റ്റ് കൊടുക്കറു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മങ്ങിലായപ്പ ഖദീജ റളിയല്ലാഹു അൻഹ മങ്ങിലായപ്പ ഖദീജ റളിയല്ലാഹു അൻഹ എന്താക്കറത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കറു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എന്താക്കറ് സെയ്ദ് ഇബ്നു ഹാരിസരെ ബൽത്രെ. പിന്നെ അബ്ബുമ്മ ബണ്ട് അല്ലേ ബണ്ട് നബിരെ കൈരെ എടുക്കു. ಮಾತ್ರ സെയ്ദ് ഇബ്നു ഹാരിസ എന്താക്കില്ല, ನಾನು പോണ്ടില്ല ಅಂತ ಇಟ್ಟಿಕ್ಕಿರ ಚೊಂದು ನಾನು ನಬಿರೊಟ್ಟಿಗೆ ಇಕ್ಕರೆ. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ അത് കൈത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരേ ഒരു സഹാബിയുടെ പേര് ചൊന്നില്ല, ഒരേ സഹാബിയുടെ പേര് മാത്രം ചൊന്നു. അത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് ഇട്ടിക്കർ അല്ലേ. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ സഹാബിയുടെ പേര് എടുത്തു ചൊന്നരെ സെയ്ദ് റളിയല്ലാഹു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ സെയ്ദ് റളിയല്ലാഹു അൻഹു സപ്പോർട്ട് ചെയ്തിട്ട് നിന്നപ്പ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുക്കുള്ള ഒരു മഹത്വമാക്കിയിട്ട് കൊടുത്തത് ഇട്ടിക്കർ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് സ്പെഷ്യലായിട്ട് എടുത്തു ചൊല്ലു. കാരണം ചൊല്ല് ഉലമാക്കന്മാർ വിശദീകരിക്കുന്നത് കാണും. ഏതായാലും ഈ സെയ്ദ് റളിയല്ലാഹു അൻഹു തന്റെ മാമിര മോളു സൈനബ് ബിൻത് ജഹ്ഷരെ പൊതു എന്താക്കറ് കാട്ടി കൊടുക്കറ്. സൈനബ് റളിയല്ലാഹു അൻഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു സെയ്ദ് റളിയല്ലാഹു അൻഹുടെ നീ മങ്ങിലാവും. അപ്പൊ ഇവിടെ എന്തായിട്ട് സൈനബ് റളിയല്ലാഹു അൻഹു ഐമ ഖുറൈശി തറവാടിത്തത്തിൽപ്പെട്ട് വലിയൊരു പെണിങ്ങായിട്ടിക്ക്. ഖുറൈശി നല്ല മഹത്തുല്ലെ ഒരു സ്ഥാനവുല്ലെ ഗോത്ര. മാത്രം സെയ്ദ് റളിയല്ലാഹു അൻഹു വലിയ ഗോത്രത്താലായെങ്കിലും ഇവിടെ അറിയപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയായിട്ടിക്ക്. അപ്പൊ അങ്ങനെ ഹിസാബിൽ ആർക്ക് സൈനബ് റളിയല്ലാഹു അൻഹു മനസ്സില്ല. സൈനബ് റളിയല്ലാഹു അൻഹ ചൊല്ലുന്ന നബിയെ നക്കത്തിൽ ആൽച്ചനാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കറ് ಅದಕ್ಕೆ ആൽച്ചനാക്കുക എന്ത് കൊടുക്കരു ചാൻസ് കൊടുക്കും. പിന്നെ ചൊല്ലു ഐമ നക്ക് മനസ്സില്ല നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു നല്ലൊരു പൊതുവായിട്ടിക്കറ് ನಾನು ഇത് നിനക്ക് കാട്ടി തണ്ടേ നീ ഓണ്ടമേ മങ്ങിലാവും. ആയെങ്കും മനസ്സില്ലാത്ത ആ ഒരു രൂപത്തിൽ പ്രകട കാട്ടുമ്പോൾ കേട്ടിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ആയത്ത് നാസിലാക്കി. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരി. ഒരു മുഅ്മിനകാവട്ടെ ഒരു മുഅ്മിനത്തുകാവട്ടെ അള്ളാഹും റസൂലും ഒരു കാര്യം ചൊന്നാൽ പിന്നെ സ്വന്തം അഭിപ്രായക്ക് കുത്തീറ. ഈ ആയത്ത് നാസിലായി പിന്നെ
സൈനബ് ബിൻ ജഹ്ഷക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്ത അയം എന്താക്കിത്ത് ആ ഒരു പൊതു ഒപ്പിತ್ತು. അങ്ങനെ ഇത്തിക്കർ അങ്ങനെ ജണ്ടാൽ നാട്ടിൽ പിന്നെ മങ്ങിലവർ സെയ്ദ് ബിൻ ഹാരിസും അതേപോലെ സൈനബ് ബിൻ ജഹ്ഷ് അങ്ങ് മങ്ങിലായാറ് മാത്രം അങ്ങനെ ദാമ്പത്യ ജീവനം നല്ല രീതിയിൽ പോയില്ല. സ്വാഭാവികമായിട്ട് മനുഷ്യ സാഹചര്യത്തിക്കർ ഇപ്പൊ അങ്ങ് സഹാബിറങ്ങായെങ്കും അങ്ങ് വലിയ വലിയ സ്ഥാനത്തുള്ള ആയെങ്കും ചിലപ്പോ മനുഷ്യ പ്രകൃതിയിൽ ചില എന്തിക്കർ ആ ഒരു ദിക്കർ എല്ലാവർക്കും ഒരേപോലെ ഒരേ ഇതിൽ എന്താകുമല്ല പോകാവില്ല. അപ്പൊ അതേപോലെ ഇങ്ങനെ നാട്ടിൽ എന്ത് ചെറിയ അസ്വാരസ്യം ഇന്ത് സമപോയം ഇല്ലാത്ത അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട സെയ്ദ് ബിൻ ഹാരിസ എത്രമാ ബട്ട് നബി സല്ലല്ലാഹു അലൈഹി മുട്ട ಬಂತು ಚೊಂತು ನಬಿಯೇ ಜೈನಬರನ್ನ ತಲಾಕ್ ಹಾಕ್ರೆ ഞങ്ങളെ ജണ്ടാൽ നാട്ടിൽ ഒന്നും സമപോയിട്ടില്ല ನಾ ತಲಾಕ್ ಹಾಕಟ್ಟ ಚೊಂತು സെയ്ദ് റളിയല്ലാഹു അൻഹു കേട്ട പല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നേനെಂದ್ರೆ അതെ ഇത്തഖില്ലാഹ അംസിക അലൈക സൗജക നീ അല്ലാഹുവിനെ പേടിക്ക് നിന്റെ പെണ്ണേരെ കട്ടിപിടി ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി എന്ന് ഉപദേശാക്കി കൊടുത്തു എന്ന് അങ്ങനെ ജണ്ട് 3 വട്ടം ഇങ്ങനെ ആക്കി ലാസ്റ്റ് അതേ ടിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അഹ്സാബിലെ 37ാമത്തെ ആയത്തിൽ ചൊല്ലുന്നത് എന്ത് وإذ تقول للذي أنعم الله عليه وأنعمت عليه أمسك عليك زوجك واتق الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് തന്നതായ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് കൊടുത്തതായ അയാളൊട്ടിಗೆ നിങ്ങൾ ഉപദേശാക്കിയ സന്ദർഭം നിങ്ങൾ ನೆನಪಾಕರು എന്ത് ഉപദേശാക്കിരെ അംസിക് അലൈക സൗജക നിന്റെ പെണ്ണേരെ നീ കട്ടിപിടി വത്തഖില്ല അല്ലാഹുവെ നീ സൂക്ഷിക്ക ചൊല്ലുற ആ ഒരു സിറ്റുവേഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ചൊല്ലുന്നത് നമുക്ക് കാണാൻ സാധ്യം. അങ്ങനെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശാക്കിയിട്ട് പെറു കടത്തുമ്പോൾ എല്ലാം പിന്നും എന്താവില്ല സമമില്ല. അങ്ങനെ ലാസ്റ്റ് ഒരു ഓപ്ഷനും ഇല്ലാണ്ട് ഒരു അവസ്ഥ ഒരു എങ്ങനെ നോക്കിയിട്ടും അത് സമ പോണ്ടില്ലാണ്ടാകുമ്പോഴത്തേക്കും എന്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലാഖ് ആക്കുക പെർമിഷൻ കൊടുക്കും. അങ്ങനെ ഇത്തിക്കർ സെയ്ദ് റളിയല്ലാഹു സൈനബ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹരെ ഈ രണ്ട് ദാമ്പത്യ ജീവൻ അവിടെ എൻഡവർ അങ്ങ് തലാഖ് അവിടെ അങ്ങനെ തലാഖായിൽ പിന്നെ ഇത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർഡർ ആക്കി എന്ത് സൈനബ് ബിൻ ജഹ്ഷ് ഇനി നിങ്ങ മങ്ങിലാവും നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗദുരു ഷോക്കിംഗ് പോലെ കാരണം അണ്ടത്തെ കാലത്ത് ഒരു അന്ധവിശ്വാസം എന്ത് ബൽത്യമോണും സ്വന്തമോണും ഒരേപോലെ അപ്പൊ സ്വന്തമോണ്ടും പെണ്ണേര് മങ്ങിലാവുന്നതും ഹറാമൈത്തിക്ക് അതേപോലെ ബൽത്യമോണ്ട പെണ്ണേരും മങ്ങിലാവുന്നത് ഹറാമുണ്ട് അങ്ങ് നിർച്ചിന്നാണ് അണ്ടത്തെ അത് അറിയപ്പെട്ട ഒരു അവസ്ഥയിട്ടുണ്ട്. അപ്പൊ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാണ്ടാക്കുകയിട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു നബിയെ ഇനി നിങ്ങ സൈനബ് ബിൻ ജഹ്ഷ് മങ്ങിലാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഷോക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവെ ഓർഡർ ഇട്ടിക്ക് അല്ലാഹുവെ കൽപ്പന ഇട്ടിക്ക് അത് അംഗീകരിക്കാണ്ടിരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പിത്ത് മാത്രം അത് ഉൽഗത്തിലായിട്ട് തീർക്കുകൂ ആർക്കും ഗൊന്താവത്തെ പോലെ ആവുകൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് രഹസ്യമാക്കി വെക്കുക ശ്രദ്ധിച്ചു. മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് നാസിലാക്കിയിട്ട് അതൊരു വിഷയത്തിൽ ആയത്ത് നാസിലാക്കിയാൽ പിന്നെ എന്തായിട്ട് അത് ആൾമാർക്ക് ചൊന്നു കൊടുക്കണേ അവർ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിട്ട് അവിടെ ആ ആയത്ത് ഓതിക്കെ പാട്ടി കൊടുക്കും. അവിടെ ആ ഒരു വിഷയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അഹ്സാബിലെ ആ ഒരു വിഷയം നമുക്ക് സൂറത്തുൽ അഹ്സാബിൽ പടിപാട്ടി തന്നത് കാണും. وتخفي في نفسك ما الله مبديه وتخشى الناس والله احق ان تخشى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു നബിയെ നിങ്ങൾ അത് മനസ്സിൽ ഒണിപ്പാട്ടി വെക്കുക നിർച്ചിറാർ നിങ്ങൾക്ക് അങ്ങനെ അല്ലാഹു എന്താ വതഖ്ഷ الناس നിങ്ങൾ മനുഷ്യന്മാരെ പേടിച്ചിട്ട് അങ്ങനെ ബീക്കുന്നുണ്ടില്ല വല്ലാഹു അഹഖു അൻ തഖ്ഷ അല്ലാഹു റീതിക്ക് നിങ്ങൾ പേടിക്കുക അർഹപ്പെട്ടങ്ങ നിങ്ങൾ അത് പേടിക്കണ്ട നിങ്ങൾ എന്താക്കൂ വിഷയ ചൊന്നു കൊടുക്കൂ ഫലമ്മ ഖളാ സൈദുൻ മിൻഹ അതെ സെയ്ദ് റളിയല്ലാഹു അതേ ടിക്കർ അല്ലാഹുടെ സെയ്ദ് റളിയല്ലാഹു പേര് എടുത്തു ചൊല്ലുന്നു സെയ്ദ് റളിയല്ലാഹു സൈനബ് ബിൻ ജഹ്ഷ് തലാഖ് ആക്കിയൽ പിന്നെ ಐಮೇಲೆ ನಾನ್ ನಿಂಗೆ ಮಂಗಿಲಾಕಿ ತಂದ್ರಿ ನೋಡ್ರಿ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಎಂದಾಕ್ರಿ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂಗೆ ಮಂಗಿಲಾಕಿ ಕೊಡ್ಕ್ರಿ ಲಿಕೈ ಲಾ ಯಕೂನ ಬಿಹಿ ಅಲಲ್ ಮುഅ್ಮಿನೀನ ಹರಜುನ್ ಫಿ ಅಸ್ವಾಜಿ ಅದಿಆಹಿಮ್ ഇദാ ഖലൗ മിൻഹുന്ന വതറ ഇതെന്ത് ബൽത്യമോണ്ട്രെ പെഞ്ഞായി ആരെങ്കിലും മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ തലാഖായാറുണ്ടായെങ്കിൽ ആ അബ്ബಗೆ ಮಂಗಿಲಾവുകു ഒരു ഹറജും ഇക്കുകുതീറ അത് ഇല്ലാണ്ടാക്കുകയിട്ടിക്രി ഒരു പ്രോബ്ലമും ഇല്ലാണ്ടാക്കുകയിട്ടിക്രി ഈ ഒരു വിഷയം ഞാൻ നിങ്ങൾക്ക് ആക്കി തന്നിരേ ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചൊല്ലുന്നത് കാണും. അങ്ങനെ ഇത്തിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് സൈനബ് റളിയല്ലാഹു അൻഹുട്ടിಗೆ ನನ್ನ ಪುದ್ರ ವಿಷಯ ಪಲ್ಕರಿ ಚೊಲ್ರ അതും ചൊല്റാറൊട്ടിಗೆ സെയ്ദ് റളിയല്ലാഹു ഓൾറെഡി തലാഖ് ആക്കിട്ടേ ഇനി പാടെ സെയ്ദ് റളിയല്ലാഹു എന്താക്കുന്നു സൈനബ് റളിയല്ലാഹു അൻഹു പോയിട്ട് ഇതാക്കുന്നു എന്തിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതു അന്വേഷിച്ചുകൊണ്ടും ചൊല്ലണം ഇതെന്തിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിരെ ഇದ್ರ ಬೇರೆ ഒരു ಹಿಕ್ಮತ್ತು ഇനി പർത്തിൽ ಬೇರೆ ഒരു പൽക്കാവുത്തീറ കാരണം സെയ്ദ് റളിയല്ലാഹു അൻഹു എന്താക്കിരെ പോയിട്ട് സൈനബ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുട്ടിಗೆ ചൊന്നറി നബി എന്താക്കിയുണ്ട് പൊതു അന്വേഷിച്ചുകൊണ്ട് ചൊന്തു സെയ്ദ് അല്ലാണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു ഒണിപ്പാട്ടിട്ട അല്ലെങ്കിൽ അങ്ങനെ ಗೊಂತಿಲ್ಲಾಂಟ ಆವು ತೀರಾ അങ്ങനത്തെ ഒരു പൽക്ക ബറുഗു തീരാ ചൊല്ലി ആ ഒരു ഹിക്മത്ത് അതിലെ പേരോൾ ഇന്തുണ്ടായിട്ടിക്കറ് ഉലമാക്കന്മാർ ചൊല്ലു ആ സംഭവത്തിൽ കാണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു പോണ്ട് എങ്ങനെല്ലാക്കി തീരാ പോണ്ട് പോയിട്ട് പെറു തിരിഞ്ഞിട്ടേ തിക്കറ് പോണ്ട് സൈനബ് റളിയല്ലാഹു അൻഹ കിച്ചൺ അവിടെ ആ ഇതിലിക്കറ് സൊറാക്കി വെക്കറ് പെറു തിരിഞ്ഞോണ്ടേ തിക്കറ് മുഖ സമയത്ത് നോക്കില്ല പെറു തിരിഞ്ഞോണ്ടേ പോയിട്ട് ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ಅಂದ್ರೆ ಮಂಗಿಲಾವರುಂಟು ವಿಷಯ ಇങ്ങനെ ചൊന്തു ಅದು ಚೊಂತು ಸೀದಾ ಔಡ್ರೆ ಬೆನೆ ಸೀದಾ ಓಡಿಯ ಬಂಡು ಅದೇ ಟಿಕ್ಕರ್ ನಂಗೆ ಕಾಣಿ അങ്ങനെ
സൈനബ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതു വന്നപ്പ സന്തോഷിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്സെപ്റ്റ് ആക്കിയിട്ട് അങ്ങനെ സൈനബ റളിയല്ലാഹു അൻഹ എന്താ അവിടെ മങ്ങിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ റളിയല്ലാഹു അൻഹയുടെ മങ്ങിലായിൽ പിന്നെ വലിയ ഒരു ഒലിമ കൊടുക്കും. ഒലിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കും. സഹാബി ഞങ്ങൾ சொல்றே സൈനബ റളിയല്ലാഹു അൻഹയുടെ ഒലിമ കിട്ടിയ പോലത്തെ വേറെ ഒരു ഒലിമ ഒരു പെഞ്ഞായാലും എന്ത് ഒരു പെഞ്ഞായാലും മങ്ങിലായപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നില്ല. അത്ര വലിയ ഒലിമ ഇട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തേ. ഹുബ്സും അതേപോലെ ആട് ഇറച്ചി അത് ഇട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒലിമാക്കിയിട്ട് സഹാബി ഞങ്ങൾ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് കൊടുത്തേ. എത്രത്തോളം ചൊന്നെങ്കിൽ തിന്നിട്ട് ബയറിനോടത്തോളം ഇന്ന് തിന്നിട്ടിക്കറ് സഹാബി ഞങ്ങൾ சொல்றேன். അത്ര വലിയ ഒലിമ ഇട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. അങ്ങനെ ഈ ഒലിമത്തെ സന്ദർഭത്തിൽ ഒരു സംഭവം നടക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഹദീസിൽ കാണ്ട് സാബിറങ്ങളുടെ വലിമക്ക് വന്നാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലി വിളിച്ച് എല്ലാം വന്നാറ് അങ്ങ് തിണ്ടാറ് അങ്ങനെ എന്താക്കിയാറ് എല്ലാറ് പോയാറ്. മാത്രം 3 സഹാബിർ അങ്ങ് ഔത്തിലേ വെച്ചിട്ട് പട്ടാൻ കടിക്കാൻ സ്റ്റാർട്ടാക്കി. അവിടെ ഇങ്ങനെ പൽക്കറിയോ സ്റ്റാർട്ടാക്കി. എല്ലാവരും പോയിട്ട് ഈ 3 നാൾ പോണ്ടേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തുകൊണ്ട് ഇനി എപ്പോൾ പോണ്ടേയില്ല. അങ്ങനെ പോണ്ടത് കാണാണ്ടാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി ഔത്തരത്തിൽ പത്ത് പോണ്ടു. ഞാൻ പോയത് നോക്കിയിട്ട് അങ്ങ് പോട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഔത്ത് പോണ്ടു. എല്ലാ പെഞ്ഞൈമാരും ഔത്ത് പോയിട്ട് ഇങ്ങനെ ബന്ത് നോക്കും. ഈ 3 നാൾ അവിടെ ഉള്ള ഇങ്ങ അവിടെ പൽക്കറിഞ്ഞില്ല. ലാസ്റ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു മുഖഭാവ ചേഞ്ച് ചെയ്തു. അപ്പൊ ഇത് നോക്കിയിട്ട് എനിക്ക് പിടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ഞങ്ങളുടെ ദിക്ർ ലിസ്റ്റില്ല കാട്ടി ഇങ്ങനെ എന്താക്കിയാറ് അവിടെ റേഞ്ചിട്ട് പിന്നെ സീത പോയാ. ഈ സംഭവ ആയൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അഹ്സാബിലെ 53ാമത്തെ ആയത്ത് നാസിലാക്കി. അതേറ്റിക്ക് ഹിജാബ് ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസിമാരെ ലാ തദ്ഖുലു ബുയൂതൻ നബിയ്യി ഇല്ലാ അൻ യുഅ്ദന ലക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെർമിഷൻ ഇല്ലാണ്ട് നിങ്ങൾ നബി ഔത്ത് പോകണ്ട. ഇലാ തുആമിൻ അവിടെ ഫുഡ് തിന്നു നിങ്ങൾ പോകണ്ട നബിയുടെ പെർമിഷൻ ഇല്ലാണ്ട്. ഗൈറ നാദിരീന ഇനാവു അവിടെ പോയിട്ട് ഇട നിൽക്കുക പോകണ്ട. അല്ലെങ്കിൽ കുറേ ആൾമാരുള്ളാർ പോയിട്ട് എന്താക്കിരേ ഇട നിൽക്കുന്നവർ അവസ്ഥ അത് അല്ലാഹു പച്ചക അവിടെ ചൊല്ലുന്നത് നമുക്ക് കാണും. നിങ്ങൾ അവിടെ ഇട നിൽക്കുക ഇട്ടും അതേപോലെ നബിയുടെ പെർമിഷൻ ഇല്ലാണ്ട് നിങ്ങൾ പോകണ്ട. വലകിൻ ഇദാ ദുഈതും ഫദ്ഖുലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിളിച്ചെങ്കിൽ നിങ്ങൾ പോറു. ഫഇദാ തുഇംതും ഫന്തശിറു ഫുഡ് തിന്നൽ പിന്നെ നിങ്ങൾ പിന്നെ അവിടെ സീത പോറു. അവിടെ നിൽക്കണ്ട. വലാ മുസ്തഅനിസീന ലി ഹദീസിൻ ഇങ്ങനെ പൽക്ക പറഞ്ഞിട്ട് പട്ടാൻ കടിച്ചിട്ട് നിങ്ങൾ അവിടെ നിന്നിട്ട് ഇതാക്കണ്ട. അവിടെ ബാക്കിയാവണ്ട. ഇന്ന ദാലിക്കും കാന യുഅ്ദിൻ നബിയ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവയുടെ വിഷയത്തിക്കറ് ഫയസ്തഹി മിൻകും അത് ചൊല്ലുക നബിക്ക് എന്തരോട് ചെങ്കവർ നിങ്ങളുടെ ചെങ്കവർ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെങ്കുള്ളവർ ആളായിട്ടിക്ക്. വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ് ഹക്ക് ചൊല്ലുന്ന വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ല. അപ്പോൾ നമുക്ക് നബിക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ എന്താക്കറേ പൽക്ക വരേ അല്ല. അതൊരു ആ ഒരു നക്ക് ഈ ആയത്ത് ഓതിയപ്പോൾ ഭയങ്കര ഒരു ഇതായിട്ട് അജബായിട്ട് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ ആൾമാരൊട്ടിಗೆ പൽക്ക വരേ അല്ലേ. ഖലീലി ചൊന്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലി ചൊന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ആക്കിയത് എത്രമാത്ര അർത്ഥപൂർണ്ണമായ ഒരു കാര്യത്തിക്ക് ചൊല്ലാൻ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഞങ്ങളുടെ ഇടയിൽ ഒരു എക്സാമ്പിൾ ചൊല്ലുറെങ്കിൽ ഒരു ചങ്ങായിമാറിനോട് എന്തേ ഒരു ഉപദ്ര അങ്ങനെ ആയിട്ട് അപ്പൊ അതിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒരു തിക്കറ ചൊല്ലുற അവന്റെ വിടുറിங்க അവൻ പാവ അങ്ങനെ അതേപോലത്തെ ഒരു പൽക്കൈ തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബികൾ ചൊല്ലുറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെ ആക്കിയിട്ട് ഉപദ്രാക്കണ്ട. അത് ചൊല്ലുക നബിക്ക് ചെങ്കവർ മാത്രം നാണെന്താക്കില്ല ചെങ്ക കാട്ടില്ല ചൊന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ ചൊല്ലുന്നത് നമുക്ക് കാണാൻ സാധ്യം. അപ്പൊ ഇങ്ങനെ സൈനബ റളിയല്ലാഹു അൻഹയുടെ ജീവന പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിക്ക് ഇന്നതും അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങളുടെ ദാമ്പത്യ ജീവന നല്ല ഒരു രീതിയിൽ പോയതല്ല നമുക്ക് എത്രമാ സംഭവമല്ല നമുക്ക് കാണാൻ സാധ്യം. ആയിഷ റളിയല്ലാഹു അൻഹും സൈനബ റളിയല്ലാഹു അൻഹു പിടിച്ചു പോകുന്നില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞൈമാരുടെ നടുലേ ഇന്നതേറ്റിക്ക്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാറ പിർസാക്കി വിന്നെ ഒരു പെഞ്ഞൈറ്റിക്കർ അതേപോലെ നബിയും യാറ പിർസിന്നെ ഒരു പെഞ്ഞൈറ്റിക്കർ ആയിഷ റളിയല്ലാഹു അൻഹ ഖദീജ റളിയല്ലാഹു അൻഹ ബുട്ടെഗ് മാത്രമല്ല കന്യ പെണ്ണൈറ്റിക്കർ ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പൊ സൈനബ റളിയല്ലാഹു അൻഹ ಬಂತಾಂಬತ್ತು ಎಂದೈತು ಸೈನಬ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಮಾಮಿರ ಮೌಲು ಸೈನಬ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಇಂತು ನಾ ಮಾಮಿರ ಮೌಲು ಚೊಲ್ರ ಅವರು ಇದು ಸೈನಬ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು. അപ്പൊ അങ്ങൾ ജണ്ടാൽ നടുലു നമുക്ക് സംഭവം കൊറിയ സംഭവം കാണണ്ട. അങ്ങൾ ജണ്ടാൽ നടുലു ചെറിയ ചെറിയ പൽക്ക ആവുന്നതും അതേപോലെ ഇത് അവರದೆಲ್ಲ നമുക്ക് കാണാൻ സാധ്യം. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആദത്ത് ಐತಿ ಅಂತಂದ್ರೆ ಅಸರ್ ನಿಸ್ಕರ್ಚಲ್ പിന്നെ എല്ലാ പെഞ്ഞൈമാരുടെ ഔത്തു പോയിട്ട് ഇങ്ങനെ വിസിറ്റ് ആക്കിയിട്ട് ലാസ്റ്റ് മഗ്രിബ് നിസ്കർച്ചൽ പിന്നെ ഏത് ഔത്തുಲು ദയിക്കൊണ്ട ആ ഔത്തുಲು എല്ലാ പെഞ്ഞൈമാരെ ഒട്ടിಗೆ കൂട്ടിയിട്ട് പിന്നെ അവിടെ കുറേ ഉപദേശം എല്ലാം ആക്കിയിട്ട് അങ്ങനെ കടത്തും. അപ്പൊ ഇങ്ങനെ എല്ലാ ഔത്തുക്കും ഇങ്ങനെ വിസിറ്റ് ആക്കുന്ന സന്ദർഭത്തിൽ സൈനബ റളിയല്ലാഹു അൻഹ എന്താക്കി വെച്ചെങ്കിൽ നബി പോണ്ട നേരത്തെ ഒരു തേൻ കുടിക്കൂ എന്തിക്ക് തെല്ല് യാറ് ദയിക്കൂ നന്നൊട്ടിಗೆ തെല്ല് യാറ് ദയിക്കും. അപ്പൊ ഇത് ആർ ഗായണ്ടില്ല ಅಂತ ಆಯಿಷ റളിയല്ലാഹു അൻഹ ഗായണ്ടില്ല നബി എന്താ അവിടെ തെല്ല് യാറ് ദയിക്കിരി. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അന്വേഷിച്ചിട്ട് അവൻ എന്തായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പിടിയെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തേൻ കുടിച്ചോളൂ. അപ്പൊ ഇത് ഇല്ലാണ്ടാക്കും. അങ്ങനെ അഫ്സ റളിയല്ലാഹു അൻഹ പോയിട്ട് കൊറിയ ഞങ്ങൾ എന്താക്കണം അത് ആ തേൻ കുടിക്കുന്നത് നിപ്പാട്ടോന്ന് ചൊന്തു അങ്ങ് ഒരു പ്ലാൻ ആക്കണം. അങ്ങനെ പ്ലാൻ ആക്കിയിട്ട് ആകുമ്പോഴത്തേക്ക് എന്തൊരു പ്ലാൻ നബി ಬರೋಮತ್ತಿಗೆ ಬಾಯಿ ಮಣ್ಕರಿ ಅಂತ ನಂಗೆ ಚೊಲ್ಲ. ಅಪ್ಪ ವಿನ അവിടെ ನಿಪ್ಪಾಟು ಚೊಂದೆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಬಾಯಿ ಮಣ್ಕರಿ ಚೊಲ್ಲ ನಬಿಗೆ ಎಪ್ಪೋ ಇಷ್ಟಿಲ್ಲಾತ ഒരു കാര്യത്തി ಅದಕ್ಕಲ್ಲೇ ನಬಿ ಔತ್ತುಗು ಬಂದ ಸಾತಿಗೆ ಮಿಸ್ವಾಕ್ ಹಾಕಿವಿನ್ ಪೆഞ്ഞൈമാരുടെ പൽക്കറേക്ക് മുന്നോളൂ അത് നബിയുടെ സുന്നത്തൈത്തി.
അങ്ങനെ അവർക്ക് സൈനബ റളിയല്ലാഹുവിന്റെ ഒത്തുക്ക് പോയിട്ട് തേന് കുടിച്ചിട്ട് ആയിഷ റളിയല്ലാഹുവിന്റെ ഒത്തു പോയപ്പോ ആയിഷ റളിയല്ലാഹു കേൾക്കரு നബി നിങ്ങളെ ബായ് മൺക്കரு നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒർക്കലെ ഷോക്കായി എന്താ ഈ കുടിച്ചിന്നാറാ അതെ കുടിച്ചിന് സൈനബ റളിയല്ലാഹു തേന് തന്നത് അപ്പൊ അതേ ടിക്കു അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്സർ റളിയല്ലാഹുവിന്റെ ഒത്തു പോയപ്പോ അഫ്സർ റളിയല്ലാഹു ഇതേപോലെ ചെന്നു അപ്പൊ നബിക്ക് അതൊരു എന്തായിട്ട് ഒരു ബെർക്ക് ഫീൽ ആയിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഇനി നാനിനി തേനേ കുടിക്കില്ല ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഇതിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് നാസിലാക്കി യാ അയ്യുഹൻ നബിയു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക് നബിയെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയത് നിങ്ങൾ എന്തിനു സ്വന്തത്തിന് ഹറാമാക്കി അപ്പൊ ഇതൊരു സംഭവം അങ്ങനെ നടന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം അതേപോലെ ഇതേപോലെ മഗ്രിബ് നിസ്കരിച്ചിട്ടാൽ പിന്നെ എല്ലാവരും ആയിഷ റളിയല്ലാഹു ഔത്തുലേറ്റിക്കറ് എന്താക്കിയത് അണ്ട് നബിക്ക് ദൈക്കുള്ളി അങ്ങനെ എല്ലാ പിന്നെമാരെ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് അങ്ങനെ എല്ലാവരും ബണ്ടാറ് അങ്ങനെ ആയിഷ റളിയല്ലാഹു ഔത്തിൽ ഇക്കറ് സന്ദർഭ ഇറ്റിക്കറ് സൈനബ റളിയല്ലാഹു ಬಂದಪ್ಪ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൈനബ ചൊಂತ എന്താക്കിട്ട് കೈ ഇങ്ങനെ നീട്ടി അപ്പൊ ആയിഷ റളിയല്ലാഹു ഹാദി സൈനബ് ചൊല്ലു ഇത് സൈനബ് നന്റെ നാളെ എത്തിക്കണം ഞങ്ങളൗത്തുല്ലേ അപ്പൊ സൈനബ് നിങ്ങൾ അങ്ങനെ ഇതാക്കണ്ട ചൊല്ലി ആ ഒരു രൂപത്തിൽ ആയിഷ റളിയല്ലാഹു ഹാദി സൈനബ് ഉണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഇങ്ങനെ കൊമ്പോയത് റിട്ടേൺ എടുക്കുക അപ്പൊ അങ്ങനെ നാട്ടിൽ അത് പിന്നെ എന്താ അങ്ങനെ നാട്ടിൽ പൽക്കാവുడు ആയിഷ റളിയല്ലാഹു സൈനബ റളിയല്ലാഹു നാട്ടിൽ കേൾക്കാവർ പൽക്ക ഇങ്ങനെ പെണ്ണുಗಳ നാട്ടിൽ അവിടെ പൽക്ക നമുക്ക് ഊഹിക്കുക അവർ ദൈറ്റിക്കർ അങ്ങനെ പൽക്കയുടെ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു ഇങ്ങനെ ഔത്ര പർത്തിലിങ്ങനെ ಬಂದು ഇഷാ നിസ്കരിക്കൂ ടൈം ಐತಿಕ್ರು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു നബിയെ ഇഷാക്ക് ടൈം ಐತಿ ആ പൽക്ക പറഞ്ഞ ബായിಗೆ മണ്ണിടൊരു ചൊಂತು നബി എന്താക്കರು ಬಿಲ್ಚಿಟ್ಟು ಅಬೂಬಕರ್ ರಲಿಯಲ್ಲಾಹು ಸೀದಾ ಪಲ್ಲಿಗೆ ಹೋಗೋಣ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಪಲ್ಲಿಗೆ ಹೋಗೋಣ ಅಪ್ಪ ಆಯಿಷಾ ರಲಿಯಲ್ಲಾಹು ಟೆನ್ಷನ್ ಆವಡಿ ಅಬ್ಬ നോക്കിത്തല്ലേ ഞങ്ങൾ ഇങ്ങനെ പൽക്കറത് ഇനി നിസ്കാരം പിന്നെ വന്ന് ഇപ്പൊ നക്ക് ഗോജ ഉണ്ട് ഗ്യാരണ്ടി അങ്ങനെ ബിയാർച്ച പോലെമേ അബൂബക്കർ റളിയല്ലാഹു ಬಂದು ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഗോജ ಹಾಕಿರುದು അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കമൊത്തുకు നിങ്ങൾ അങ്ങനെ ജോർ പൽക്കറ ಅಂತ ചൊಂತು ആയിഷ റളിയല്ലാഹു അൻഹ തിദ്രದಲ್ಲ നമുക്ക് സംഭവത്തിൽ കാണുക സാധ്യത വന്നിട്ട് അപ്പോൾ ನಾ ചൊന്ന ಬಂದೆ ಅಂದ್ರೆ അങ്ങനെയുള്ള ചില ഇതെല്ലാം ആയുണ്ടിಂತು മാത്രമാ പരസ്പര അങ്ങനെ ആ ഒരു തക്വം അതേപോലെ അങ്ങനെ ആ ഒരു എന്താ ദീനിപരമായിട്ടുള്ള വിഷയത്തിൽ അങ്ങനെ എന്താക്കിയില്ല ಅಂತ വിട്ടുകൊടുത്തു ಇಲ್ಲ ആയിഷ റളിയല്ലാഹു അൻഹ എത്രമാപ്പെട്ട സൈനബ റളിയല്ലാഹു പോതിയതും നമുക്ക് കാണും ആയിഷ റളിയല്ലാഹു ചൊല്ലറെ മാ റഅയ്തു ഇംറഅതൻ ഒരു പെണ്ണുറും ഞാൻ നോക്കിയിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണൈമാരിൽ ഒരു പെണ്ണുറും ഞാൻ നോക്കിയിട്ടില്ല ഖൈറൻ മിൻ സൈനബ് സൈനബറക്കാണ് ഖൈറായ ഒരു പെണ്ണുങ്ങളെ ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ നമുക്ക് ആയിഷ റളിയല്ലാഹു അൻഹ സൈനബ റളിയല്ലാഹു പോതിയതും നമുക്ക് കാണാൻ സാധ്യത അതേപോലെ സൈനബ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു വിഷയത്തിൽ അതായത് ആയിഷ റളിയല്ലാഹു അൻഹക്ക് വ്യഭിചാര ആരോപണമായ സന്ദർഭം അത് ഇൻഷാല്ല ചരിത്രത്തിൽ വറുകില്ല തെറ്റിക്ക് അപ്പൊ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ റളിയല്ലാഹു കേക്കറ് ആയിഷ റളിയല്ലാഹു വിഷയത്തിൽ നിന്റെ അഭിപ്രായം എന്ത് സൈനബ റളിയല്ലാഹു ചൊല്ലറെ നബിയെ ആയിഷ റളിയല്ലാഹു വിഷയത്തിൽ നല്ലതല്ല ಅಂತ ನಾ കേട്ടിട്ടിക്കാನೆ അപ്പൊ നമുക്ക് അങ്ങനെ മനസ്സിലെന്തിരിന്ത് ആ ഒരു സ്ഥാന ആ ഒരു ഇതല്ല അങ്ങ വെച്ചിന്നാറ് ചൊല്ലതും നമുക്ക് മനസ്സിലാക്കുക സാധ്യ അവരെ കാര്യത്തിക്ക് ഏതായെങ്കിലും ലാസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കിற നേരത്ത് ഒരു ಪಲ್ಕ ചൊല്ലರು സൈനബ റളിയല്ലാഹു ವಿಷಯത്തിൽ ಅಂದ್ರೆ നണ്ടൊട്ടിಗೆ ಬೇಗ ಬಂಡೆ ಕೈ ಉದ್ದವುಲ್ಲ ಆಲೈಟಿಕ್ರು ಕೈ ಉದ್ದುಲ್ಲೇ ಆಲೈಟಿಕ್ರು അപ്പൊ എല്ലാ പെണ്ണും വിയർച്ചെന്ന് വെച്ചെങ്കിൽ നേരായ കൈ ഉദ്ദയിട്ടിക്ക് അപ്പൊ കൈ ഉദ്ദാൻ നോക്കുമ്പോൾ അങ്ങ് വിയർച്ചെന്ന് സൗദാറിലെല്ലാവൻ അങ്ങനെ ലാസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറിച്ചിട്ട് കൊറിയൻ ആളത്തിൽ സൈനബ റളിയല്ലാഹു അൻഹ ഫസ്റ്റ് മരിക്കര് പെഞ്ഞൈമാർ നബി മറിച്ചാൽ പിന്നെ പെഞ്ഞൈമാറിൽ ഫസ്റ്റ് മരിക്കര് സൈനബ റളിയല്ലാഹു ജൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അപ്പൊ ഇത്തിക്ക് നമുക്ക് മനസ്സിലാവും കൈ ഉദ്ദേശം നിങ്ങളുടെ റസൂൽ ഉദ്ദേശിച്ചേ സ്വതക്ക് കൊടുക്കണം സൈനബ റളിയല്ലാഹു അൻഹ ഭയങ്കര ദാനിയായി തിന്നി ಯಾರತ್ತಿಗೆ ಯಾರ ಸೊದಕು ಕೊಡ್ತೋ ಇನ್ನ ஒரு பெண்ணிங்க ஐட்டிಂದು ಉಮ್ಮುಲ್ ಮಸಾಕೀನ್ ಚೊಂತು ಈಮಗುಂ ಎಂದ್ರೆ ಬಂದ್ರಿ ಬಿಲಿ ಪೇರು ಬಂದ್ರು ಉಮ್ಮುಲ್ ಮಸಾಕೀನ್ ಜೈನಬ್ ಬಿಂತ್ ಹುಸೈಮಗುಂ പേര് ಬಂತಿಂತು ಅದು ಜಾಹಿಲಿಯ ಕಾಲಘಟ್ಟത്തിലുಂಟೆ ಬಂದು ಎಂದ್ರೆ പേര് ಐತಿಂತು ಮಾತ್ರ ಈಮಗು ಎಂದ್ರೆ ಇಸ್ಲಾಮಗು ಬಂದೇಲ್ പിന്നെ ഈമ ಯಾರ ದಾನ ಹಾಕಿವಿಂದ ಸಬಲ ಈಮಗುಂ ಉಮ್ಮುಲ್ ಮಸಾಕೀನ್ ಚೊಲ್ಲರ പേരും ಬಿಲಿ പേര് കിട്ടി തിന്ത് ചൊല്ലതും നമുക്ക് മനസ്സിലാക്കുക സാധ്യം ഏതായെങ്കിലും ബാക്കി വിഷയം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ നാം മനസ്സിലാക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ കിട്ടതായ പാഠത്തെ ഉൾക്കൊള്ളുകയും നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു